മക്കളെ പ്രോബബിലിറ്റി എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നും ചോദിക്കാൻ പോകുന്ന 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ 3 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യനും കാണും, 4 മാർക്കിന്റെ മറ്റൊരു ക്വസ്റ്റ്യനും കാണും. സോ 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് മക്കളെ, ഇമ്പോർട്ടൻ്റ് ആണ്, നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. 7 മാർക്കിന് മിക്കവാറും ഇതൊക്കെ തന്നെ ചോദിക്കാൻ ചാൻസ് ഉള്ളൂ. ഈ കൺസെപ്റ്റ് വെച്ചേ ചോദിക്കത്തുള്ളൂ. ആ കൺസെപ്റ്റ് എന്ന് അറിഞ്ഞിരിക്കുക. ക്വസ്റ്റ്യൻ ചിലപ്പോൾ മാറി വന്നാലും കൺസെപ്റ്റ് ഇത് തന്നെ ചോദിക്കത്തുള്ളൂ. ഈ 3 കൺസെപ്റ്റുകൾ ഇതിൻ്റെ അകത്ത്. സോ ആ കൺസെപ്റ്റ് നിങ്ങൾ അറിഞ്ഞു വെക്കുക കേട്ടോ. ഓക്കെ, നന്നായിട്ട് ശ്രദ്ധിച്ചിരുന്നോണം. ഏത് ക്വസ്റ്റ്യൻ വന്നാലും ചെയ്യണം, അല്ലെങ്കിൽ അറ്റൻഡ് ചെയ്ത് നിങ്ങൾക്ക് അറിയാവുന്ന പോലെ കാര്യങ്ങളെല്ലാം എഴുതി വെക്കുക. ഓക്കെ മക്കളെ, ഫസ്റ്റ് കൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ കണ്ടീഷണൽ പ്രോബിലിറ്റി എന്ന് പറഞ്ഞാൽ ആ ഒരു കൺസെപ്റ്റ് എന്നൊരു ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം. കണ്ടീഷണൽ പ്രോബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ഒരു കണ്ടീഷൻ തരും, എന്നിട്ട് പ്രോബിലിറ്റി കണ്ടുപിടിക്കുക. ഇപ്പോൾ ഇ എന്ന് പറഞ്ഞ ഇവന്റിന്റെ പ്രോബിലിറ്റി കണ്ടുപിടിക്കണം. എഫ് എന്ന് പറയുന്ന ഒരു ഇവന്റ് നമുക്ക് ഓൾറെഡി തരും. അപ്പോൾ ഒരു ഇവന്റ് തരും, അതാണ് ഒരു കണ്ടീഷൻ തരും, നമ്മൾ മറ്റേതിന്റെ പ്രോബിലിറ്റി കണ്ടുപിടിക്കണം. അങ്ങനെയാണെങ്കിൽ ഈ ഗിവൺ എന്നാണ് ഇത് വായിക്കുന്നത്. ഈ ഗിവൺ, ഈ ബൈ എന്ന് ചിലർ വായിക്കാറുണ്ട്, ബൈ എന്ന് വായിച്ചാൽ കുഴപ്പമില്ല, പക്ഷേ ഗിവൺ ആണ് അത് മീനിങ് എന്ന് മനസ്സിലാക്കുക. ഈയുടെ കണ്ടുപിടിക്കണം, എഫ് ഗിവൺ, എഫ് ഓൾറെഡി ഒക്വേർഡ് ആണ്, ഓൾറെഡി നടന്ന കാര്യമാണ്. സോ അങ്ങനെയാണെങ്കിൽ ഈയുടെ പ്രോബിലിറ്റി കണ്ടുപിടിക്കാൻ ഇക്വേഷൻ ആണ് മക്കളെ ഇത്. പി ഓഫ് ഇ ഗിവൺ എഫ് ഈക്വൽ ടു ഇ യു എഫ് തമ്മിലുള്ള ഇന്റർസെക്ഷൻ ബൈ പി ഓഫ് എഫ്. ഗിവൺ ആയിട്ടുള്ളതിന്റെ പ്രോബിലിറ്റി താഴത്ത് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ പി ഓഫ് ഇ ഗിവൺ എഫ് എന്ന് പറയുമ്പോൾ ഇത് ഈ ബൈ അല്ല, ഈ ഗിവൺ എഫ് ആണ്. ഇ ഗിവൺ എഫ് ഫിസിക്കൽ ടു ഈ ഇക്വേഷൻ മനപ്പാടമായിക്കോണം. പി ഓഫ് ഇ ഗിവൺ എഫ് ഫിസിക്കൽ പി ഓഫ് ഇ ഗിവൺ ഈ ഇന്റർസെക്ഷൻ എഫ് ബൈ പി ഓഫ് എഫ്. പി ഓഫ് എ ഗിവൺ ബി ആണെങ്കിൽ എയും ബിയും തമ്മിലുള്ള ഇന്റർസെക്ഷൻ ബൈ ഈ താഴത്തുള്ളതിന്റെ പ്രോബിലിറ്റി എന്ന് പറഞ്ഞാൽ ഗിവൺ ആയിട്ടുള്ളതിന്റെ പ്രോബിലിറ്റി. ഓക്കെ, ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉള്ള മക്കളെ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും. നോക്കിയേ, നമുക്ക് ഈ പി ഓഫ് ഇ തന്നിട്ടുണ്ട്, പി ഓഫ് എഫ് തന്നിട്ടുണ്ട്, പി ഓഫ് ഇ ഇന്റർസെക്ഷൻ എഫ് തന്നിട്ടുണ്ട്. നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? പി ഓഫ് ഇ ഗിവൺ എഫ്. പി ഓഫ് ഇ ഗിവൺ എഫ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇക്വേഷൻ ഉടനെ നമ്മൾ എഴുതിക്കോണം, പി ഓഫ് ഇ ഇന്റർസെക്ഷൻ എഫ് ബൈ പി ഓഫ് എഫ്. പി ഓഫ് ഇ ഇന്റർസെക്ഷൻ എഫ് ഏതാടാ? 0.2 ബൈ പി ഓഫ് എഫ് എത്രയാടാ? 0.3. കാൽക്കുലേറ്റർ 0.2 ബൈ 0.3 എടുക്കാം, ഇല്ലെങ്കിൽ ഇതിനെ ഇൻറ്റു 10 വെച്ച് ഡിവൈഡ് ഇൻറ്റു ചെയ്ത് 2/3 എഴുതാം. നോ പ്രോബ്ലം, എന്തായാലും കുഴപ്പമില്ല. ഡിവൈഡ് ചെയ്യുമ്പോൾ 0.2 ഡിവൈഡഡ് ബൈ 0.3 0.666 എന്ന് വരും. 0.66 എന്ന് എഴുതാം, അല്ലെങ്കിൽ 67 എന്ന് എഴുതാം, എന്താണെങ്കിലും ഫുൾ മാർക്ക് കിട്ടിക്കോളും. ഓക്കെ, ഇനി നമ്മളോട് ചോദിച്ചിട്ടുണ്ട് പി ഓഫ് എഫ് ഗിവൺ ഇ ചോദിച്ചിട്ടുണ്ട് അല്ലേ. പി ഓഫ് എഫ് ഗിവൺ ഇ, അതും ഇതേപോലെ തന്നെ ഇത് തമ്മിലുള്ള ഇന്റർസെക്ഷൻ പി ഓഫ് എഫ് ഇന്റർസെക്ഷൻ ഇ ബൈ താഴത്തതിൻ്റെ പ്രോബിലിറ്റി എന്ന് പറയുന്നത് ഗിവൺ ആയിട്ടുള്ള പ്രോബിലിറ്റി പി ഓഫ് ഇ. ഇടാ മക്കളെ, എഫ് ഇന്റർസെക്ഷൻ ഇ എന്ന് പറഞ്ഞാലും ഇ ഇന്റർസെക്ഷൻ എഫ് എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെയാണ്. സോ 0.2 തന്നെയാണ് ബൈ പി ഓഫ് ഇ എന്ന് പറയുമ്പോൾ 0.6. അപ്പോൾ 1/3 എന്ന് കിട്ടും, 0.33 എന്ന് വരും അല്ലേ. 2.2 ബൈ 0.6 0.2 ഡിവൈഡ് ബൈ 0.6 0.333 എന്ന് വരും. 33 എന്ന് എഴുതിയാൽ മതി. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള കൺസെപ്റ്റാണ്. ഓക്കെ, കണ്ടല്ലോ, പി ഓഫ് എ തന്നിട്ടുണ്ട്, പി ഓഫ് ബി തന്നിട്ടുണ്ട്, പി ഓഫ് ബി ഗിവൺ തന്നിട്ടുണ്ട്. മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് മക്കളെ, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഇത്. അങ്ങനെയാണെങ്കിൽ പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി കണ്ടുപിടിക്കുക. നേരത്തേനകത്ത് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബിയും ഇ ഇന്റർസെക്ഷൻ എഫും ഇയും എഫും എല്ലാം തന്നിട്ടുണ്ട്, ഇ ഗിവൺ എഫ് കണ്ടുപിടിക്കാനായിരുന്നു. ഇവിടെ അതല്ല, നമുക്ക് എയും ബിയും പി ഓഫ് ബി ഗിവൺ എയും തന്നിട്ടുണ്ട്. മക്കളെ, പി ഓഫ് ബി ഗിവൺ എ എന്താടാ? നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്താൽ നമ്മൾ നോക്കിക്കോണേ. പി ഓഫ് ബി ഗിവൺ എ എത്രയാണ്? ഈ സാധനം തന്നിരിക്കണേൽ എന്തോ ഒരു ഇതില്ലേ. യെസ്, പി ഓഫ് ബി ഗിവൺ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0.4. പി ഓഫ് ബി ഗിവൺ എന്ന് പറഞ്ഞാൽ 0.4 എന്ന് തന്നിട്ടുണ്ട്. ഇവിടെ ബി ഗിവണയുടെ ഇക്വേഷൻ എന്താണ്? നമ്മളിപ്പോൾ എഴുതിയതല്ലേ. എന്താ ഇക്വേഷൻ? ബിയും എയും തമ്മിലുള്ള ഇന്റർസെക്ഷൻ ബൈ താഴത്തതിൻ്റെ പ്രോബിലിറ്റി പി ഓഫ് എ. അതെത്രയാണ്? 0.4. ഇനി ഇത് നമുക്കറിയാൻ മേല. എടാ, ഇതല്ലേ കണ്ടുപിടിക്കേണ്ടത്. ബി ഇന്റർസെക്ഷൻ തന്നെയല്ലേ എ ഇന്റർസെക്ഷൻ ബി അല്ലേ? അത് നമുക്ക് കണ്ടുപിടിക്കണം, അത് നമുക്ക് അറിയാൻ മേല. ഇതാണ് എ ഇന്റർസെക്ഷൻ ബി അറിയാൻ മേലെ ബൈ. പക്ഷെ പി ഓഫ് എ അറിയാലോ. പി ഓഫ് എ എത്രയാണ്? 0.8. അതവിടെ ഇട്ട് കൊടുത്തു. ഈ 0.8 ഇപ്പുറത്തേക്ക് വന്ന് ഇൻഡ്യൂ ചെയ്യണം മക്കളെ. അപ്പം എന്ത് വരും? പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുമ്പോൾ 0.4 ഇൻറ്റു 0.8 0.32 എന്ന് വരും നമ്മുടെ ആൻസർ. ഓക്കെ അല്ലേ? യെസ്, വളരെ വളരെ എളുപ്പം. അങ്ങനെയാണ് എൻ്റെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. പി ഓഫ് എ ഗിവൺ ബി ആണ് ചോദിച്ചത്. അത് നമുക്ക് ഇക്വേഷൻ അറിയാലോടാ. പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ബൈ പി ഓഫ് ബി. എന്താണ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി? ഇപ്പം കണ്ടുപിടിച്ചില്ലേ. 0.32 ബൈ പി ഓഫ് ബി. പി ഓഫ് ബി 0.5 0.64 വരുമെന്ന് തോന്നുന്നു അല്ലേ. 0.32 ഡിവൈഡഡ് ബൈ 0.5
0.64 വരും ആൻസർ. സിമ്പിളായിട്ട് രണ്ടെണ്ണം ചെയ്തില്ലേ. മൂന്നാമത്തെ പി ഓഫ് എ യൂണിയൻ ബി കണ്ടുപിടിക്കാനാണ്. അതിന് നമുക്കൊരു ഇക്വേഷൻ അറിയാം മക്കളെ. എന്താണ് പി ഓഫ് എ യൂണിയൻ ബിയുടെ ഇക്വേഷൻ? എന്താണ് പി ഓഫ് എ യൂണിയൻ ബി? അറിയാൻ വയ്യാത്തൊരു പഠിച്ചു വെച്ചോണം നിർബന്ധമായിട്ട്. പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. എയും ബിയും കൂടെ കൂട്ടിയിട്ട് ഇൻ്റർസെക്ഷൻ മൈനസ് ചെയ്യുക. എയും ബിയും എന്താണ്? എ 0.8 0.5 0.8 പ്ലസ് 0.5 മൈനസ് ഇൻ്റർസെക്ഷൻ 0.32. സോ എത്ര വരും? 0.8 പ്ലസ് 0.5 മൈനസ് 0.32 0.98 എന്ന് വരും നമ്മുടെ ആൻസർ. ഓക്കെ 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 അല്ലേ മക്കളെ? പഠിച്ചു വെച്ചോണം കേട്ടോ. ഇത് വരാനുള്ള ചാൻസ് ഒരു 90% ചാൻസ് ഇത് വരാനുണ്ട് കേട്ടോ. പഠിച്ചോണം. നെക്സ്റ്റ് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ടെക്സ്റ്റ് ബുക്കിൽ എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ആണ് മക്കളെ. NCERT ക്വസ്റ്റ്യൻ ആണ്. വന്നു കഴിഞ്ഞാൽ വിട്ടുകളയല്ലേ. 2 ബോൾസ് ആർ. ക്വസ്റ്റ്യൻ ചിലപ്പോൾ വായിച്ചാൽ മനസ്സിലാകത്തില്ല, പക്ഷെ വളരെ വളരെ എളുപ്പമാണ് കേട്ടോ. 2 ബോൾ ഡ്രോൺ ചെയ്യുന്നു. 10 ബ്ലാക്ക് ബോളും 8 റെഡ് ബോളും ഉള്ള ഒരു ബോക്സിൽ നിന്ന് മക്കളെ 10 ബ്ലാക്ക് ബോളും 10 ബി ബ്ലാക്ക് 8 റെഡ് ബോളും ഉള്ള ഒരു ബോക്സിൽ നിന്ന് 2 ബോൾ എടുക്കുന്നു. ശ്രദ്ധിക്കേണ്ട കാര്യം വിത്ത് റീപ്ലേസ്മെന്റ്. വിത്ത് റീപ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ തിരിച്ചിട്ടു. ഒരെണ്ണം എടുത്തു, തിരിച്ചിട്ടിട്ട് അടുത്തെടുത്തു. അതാണ് അതിൻ്റെ മീനിങ് കേട്ടോ. ഇത് വിത്തൗട്ട് റീപ്ലേസ്മെന്റ് ചോദിക്കാം. ഒരെണ്ണം എടുത്തു, തിരിച്ചിട്ടില്ല മാറ്റി വെച്ചു. അപ്പം എണ്ണം കുറയും. അപ്പം രണ്ട് മീനിങ് മനസ്സിലാക്കുക കേട്ടോ. അപ്പം അതെ രണ്ടും റെഡ് ആകാനുള്ള ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കണ്ടല്ലോ, നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എഴുതുക. പി ഓഫ് ബോത്ത് റെഡ്. രണ്ടും റെഡ് കിട്ടുക എന്ന് പറഞ്ഞാൽ എന്താണ് മീനിങ്? ഫസ്റ്റത്തെ റെഡ് ആദ്യം എടുത്തു, അത് റെഡ്. ആൻഡ് തിരിച്ചിട്ടില്ലല്ലോ, തിരിച്ചിട്ടു അല്ലേ, രണ്ടാമത്തെ റെഡ്. മക്കളെ ആൻഡ് വരുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ, ഓർ വരുമ്പോൾ പ്ലസ്. ഇത് ഓർത്തിരുന്നു. അപ്പോൾ ആദ്യത്തെ എടുത്തു ആൻഡ് രണ്ടാമത്തെ എടുത്തു. അതെന്താണ്? ആദ്യത്തെ എടുത്തു റെഡ് ആൻഡ് രണ്ടാമത്തെ എടുത്തു റെഡ്. ഓക്കെ ഓക്കെ മനസ്സിലായല്ലോ. അപ്പോൾ തിരിച്ച് ഇടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ എടുത്തു. എത്ര ഉണ്ടായിരുന്നു ടോട്ടൽ? 10 8 18 ഉണ്ടായിരുന്നു. ആദ്യം എടുത്തു, ഓക്കെ, തിരിച്ചിട്ടു, അപ്പോഴും 18 തന്നെ അല്ലേ. വീണ്ടും എടുത്തു. അപ്പം ടോട്ടൽ എണ്ണം മാറത്തില്ലെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ആദ്യം റെഡ് കിട്ടാനുള്ള പ്രോബിലിറ്റി എന്താടാ? ആദ്യം റെഡ് കിട്ടാനുള്ള പ്രോബിലിറ്റി റെഡിൻ്റെ എണ്ണം ബൈ ടോട്ടൽ എണ്ണം. നമുക്ക് എപ്പോഴും നമുക്ക് വേണ്ടത് ബൈ ടോട്ടൽ. റെഡ് അല്ലേ, അപ്പോൾ 8/18 8/18 ആൻഡ് എന്ന് പറയുമ്പോൾ ഇൻറ്റു പിന്നെ വീണ്ടും 8/18. മക്കളെ ഇത് കട്ട് ചെയ്ത് കളയാൻ നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. ഇത് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് എഴുതാം. അല്ലെങ്കിൽ നിങ്ങളുടെ കാൽക്കുലേറ്ററിൽ ഈ ഫ്രാക്ഷൻ ഞാൻ കാൽക്കുലേറ്ററിൽ പറഞ്ഞതിന് വേറെ ഒന്നുമല്ല, നമുക്ക് ബേസ് തിയറം വരുമ്പോൾ കാൽക്കുലേറ്റർ വെച്ച് പട്ടയെന്ന് കണ്ടുപിടിക്കാം. ഇത് കാൽക്കുലേറ്ററിനകത്ത് നിങ്ങൾ ഇത് ഇങ്ങനെ ഈ ഒരു ബട്ടൺ കണ്ടോ, കാണാം എന്ന് വിചാരിക്കുന്നു. ഈ ഒരു ബട്ടൺ 1 2 3 ആ ബട്ടൺ AB/C ഫ്രാക്ഷൻ പറ്റുന്ന 82 ES എന്ന് പറയുന്ന കാൽക്കുലേറ്ററിനകത്ത് നോ പ്രോബ്ലം. ഞാനിപ്പോൾ പറയാൻ പോകുന്നത് 82 MS ആണ് കൂടുതൽ കുട്ടികളുടെ കയ്യിരിക്കുന്നത്. ഫ്രാക്ഷൻ നമുക്ക് കാൽക്കുലേറ്ററിൽ ഡിവൈഡ് ചെയ്യാനും ഇൻറ്റു ചെയ്യാനൊക്കെ പറ്റും കേട്ടോ. അത് ചിലർക്ക് അറിയത്തില്ല, പറഞ്ഞുതരാം. ട്രിക്കാണേ, ഇതറിയാൻ വയ്യാത്തൊരു കാണും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് 8 അടിക്കുക. 8 അടിച്ചു, ഇത് ക്ലിക്ക് ചെയ്യുക. ഏതാണ്? ഈ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ബട്ടൺ 8B/C. അതേ ഇങ്ങനൊരു സാധനം വന്നു. പിന്നെ 18 അടിക്കുക. ഓക്കെ ആണല്ലോ. ഇത്രയും ബ്രാക്കറ്റ് ഇടുക. ഞാൻ ആദ്യം ബ്രാക്കറ്റ് ഇടാൻ മറന്നുപോയി. ഓക്കെ, ഇത്രയും ബ്രാക്കറ്റ് ഇടുക. ഒന്നുകൂടെ ചെയ്യുവാണേ. ബ്രാക്കറ്റ് ഇട്ടു 8 മറ്റേത് ബൈ 18. ഇത് കട്ട് ചെയ്ത് കളയാനേ ഉള്ളൂ, എങ്കിലും ഞാൻ പറഞ്ഞു തരും കേട്ടോ ട്രിക്ക്. ഇൻറ്റു വീണ്ടും ബ്രാക്കറ്റ് ഇട്ടു 8 മറ്റേ ബൈ 18 ഈക്വൽ ടു അടിച്ചു 16/81. കണ്ടല്ലോടാ മക്കളെ, ഇങ്ങനെ വന്ന് കാണാം, നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ അല്ലേ, കാണാമല്ലോ. 16/81 ഇങ്ങനൊരു സംഭവം വന്നോ. ഇങ്ങനെയാണ് കാൽക്കുലേറ്റർ അത് ബൈ ഡിവൈഡ് ചെയ്യുന്നത്. ഫ്രാക്ഷൻ ഡിവൈഡ് ചെയ്യുന്നതും ഇൻറ്റു ചെയ്യുന്നതൊക്കെ കേട്ടോ. ചിലപ്പോൾ കാൽക്കുലേറ്റർ അത് ഇങ്ങനെ വരും, 3 എണ്ണം 15/2/3 എന്നൊക്കെ പറഞ്ഞ് വരുവാണെങ്കിൽ ഒന്നും കൂടെ ഷിഫ്റ്റ് ചെയ്തിട്ട് ഒന്നും കൂടെ ആ ബട്ടൺ ചെക്ക് ചെയ്യാൻ മതി, കറക്റ്റായിട്ട് ഫ്രാക്ഷൻ കിട്ടും കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ 16/81 കിട്ടി? ഇവിടെ കട്ട് ചെയ്ത് കളഞ്ഞു, ഇവിടെ 4 ഇവിടെ 9, ഇവിടെ കട്ട് ചെയ്ത് കളഞ്ഞു, ഇവിടെ 4 ഇവിടെ 9. അപ്പോൾ ഇത് 16/81. ഓക്കെ, നെക്സ്റ്റ് കണ്ടല്ലോ, ഫസ്റ്റ് ബ്ലാക്ക് സെക്കൻഡ് റെഡ്. സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ആദ്യത്തത് ബ്ലാക്ക്, ഫസ്റ്റത്തത് ബ്ലാക്ക് ആൻഡ് രണ്ടാമത്തത് റെഡ്.
ഫസ്റ്റത്തെ ബ്ലാക്ക് ആൻഡ് രണ്ടാമത്തത് റെഡ്. അപ്പോൾ ആദ്യം ബ്ലാക്ക് കിട്ടാനുള്ള പ്രോബിലിറ്റി നോക്കിയാൽ ബ്ലാക്കിൻ്റെ എണ്ണം 10/18 ഇൻറ്റു റെഡ് കിട്ടാനുള്ള റെഡിൻ്റെ എണ്ണം 8/18 8/18 എത്ര വരും? 5, ഇവിടെ 9, ഇവിടെ 4, ഇവിടെ 9, 20/81. ഓക്കെ അല്ലേ? യെസ്. അടുത്തത് മൂന്നാമത്തത് വൺ ഓഫ് ദം ഈസ് ബ്ലാക്ക് ആൻഡ് അതർ ഈസ് റെഡ്. പി ഓഫ് വൺ ഓഫ് ദം ഈസ് ബ്ലാക്ക് ആൻഡ് അതർ ഈസ് റെഡ്. ഒരെണ്ണം ബ്ലാക്കും മറ്റേ റെഡ് ആകാനുള്ള പ്രോബിലിറ്റി. മക്കളെ അപ്പോൾ എങ്ങനെയൊക്കെ എടുക്കാടാ? ഞാൻ ആദ്യം എടുത്തു ബ്ലാക്ക് ആൻഡ് രണ്ടാമത്തെ എടുത്തു റെഡ്. അങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ട്. ഇനി അങ്ങനെ അല്ലെങ്കിൽ ഓർ തിരിച്ചു ആകാൻ മേലെ ആദ്യം എടുത്തു റെഡ് ആൻഡ് രണ്ടാമത്തെ എടുത്തു ബ്ലാക്ക്. അപ്പോൾ ഈ ഓർ എന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോകും. ഓർ എന്നുള്ളത് രണ്ട് രീതി എടുക്കാം. ബ്ലാക്കും റെഡും കിട്ടണമെന്നാണ് പറഞ്ഞവരല്ലേ? അപ്പോൾ ആദ്യത്തെ ബ്ലാക്ക് ആകാം, രണ്ടാമത്തെ റെഡ് ആകാം, അല്ലെങ്കിൽ ആദ്യത്തെ റെഡ് ആകാം, രണ്ടാമത്തെ ബ്ലാക്ക് ആകാം. സോ പി ഓഫ് ബി ആദ്യം ബ്ലാക്ക് കിട്ടാനുള്ള പ്രോബിലിറ്റി 10/18 ഇൻറ്റു റെഡ് കിട്ടാനുള്ള പ്രോബിലിറ്റി 8/18 ഓർ എന്ന് പറയാം പ്ലസ്. പിന്നെ റെഡ് കിട്ടാനുള്ള പ്രോബിലിറ്റി റെഡ് എന്ന് പറയുമ്പോൾ അത് തന്നെ സെയിം തന്നെ 8/18 ഇൻറ്റു 10/18. ഇതിപ്പോൾ കട്ട് ചെയ്ത് കളഞ്ഞു. ഇപ്പം ചെയ്ത സംഭവം തന്നെയല്ലേ? 20/21 20/81 അല്ലേ? 5, ഇവിടെ 9, ഇവിടെ 4, ഇവിടെ 9, 4, 9, 5, 9 20/81 പ്ലസ് 20/81 സിക്കൽ ടു 40/81. ഓക്കെ അല്ലേ മക്കളെ? വിട്ടുകളയല്ലേ? ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്ന വിട്ടുകളയല്ലേ മക്കളെ? ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് മക്കളെ രണ്ടാമത്തെ കൺസെപ്റ്റാണ് ഈ ചാപ്റ്ററിനകത്ത് ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റ്സ്. പഠിച്ചു വെച്ചോണം. പി ഓഫ് ഇ ഇൻ്റർസെക്ഷൻ എഫ് എന്ന് പറഞ്ഞാൽ പി ഓഫ് ഇ ഇൻറ്റു പി ഓഫ് എഫ് ആണ്. ഇൻഡിപെൻഡൻ്റ് എന്നൊരു വാക്കുണ്ടെങ്കിൽ ഈ ഒരു സാധനം എഴുതി വെച്ച് കഴിഞ്ഞാൽ 1 മാർക്ക് കിട്ടും. 1 മാർക്ക്. ഇൻഡിപെൻഡൻ്റ് എന്ന ക്വസ്റ്റിനകത്തുണ്ടെങ്കിൽ മക്കളെ ആ ക്വസ്റ്റിനകത്ത് എവിടെയെങ്കിലും ഈ ഒരു കൺസെപ്റ്റ് എഴുതി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ എഴുതി വെച്ചോ. വി നോ ദാറ്റ് ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റ്സ് ഇഫ് ഇ ആൻഡ് എഫ് ആർ ഇൻഡിപെൻഡൻറ്റ് ദെൻ പി ഓഫ് ഇ ഇൻ്റർസെക്ഷൻ എഫ് ഇസിക്കൽ പി ഓഫ് ഇ ഇൻറ്റു പി ഓഫ് എഫ്. ഇത് എ ഇൻ്റർസെക്ഷൻ ബി ആയിട്ട് പഠിക്കുക കേട്ടോ. എ ഇൻ്റർസെക്ഷൻ ബി ഇസിക്കൽ പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി. അപ്പോൾ ഇത് പഠിച്ചു വെച്ചോണം. ഇൻഡിപെൻഡൻറ്റ്. ഓക്കെ, ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ ഇത് സാറ്റിസ്ഫൈ ചെയ്യും. ഓക്കെ, ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ടല്ലോ. 2 ഇവൻറ്റ്സ് ഇൻഡിപെൻഡൻ്റ്. നമ്മൾ ഈ ക്വസ്റ്റ്യൻ ആദ്യം ചെയ്തപ്പോഴത്തേക്കും എ ഇൻ്റർസെക്ഷൻ ബി കണ്ടുപിടിക്കാൻ നമ്മൾ ഉപയോഗിച്ച കണ്ടല്ലോ ഇക്വേഷൻ. ഇവിടെ ഇൻഡിപെൻഡൻ്റ് എന്ന ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ഉടനെ ശ്രദ്ധിക്കുക. ഓക്കെ, രണ്ടാമത്തെ കൺസെപ്റ്റാണ് ഞാൻ ഇന്ന് പറഞ്ഞ രണ്ടാമത്തെ കൺസെപ്റ്റാണെന്ന് ഓർത്തിരിക്കുമല്ലോ. യെസ്. അപ്പോൾ ഇവിടെ എന്താണ്? ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ എയും ബിയും പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി കണ്ടുപിടിക്കുക. നോക്കിയടാ, ഒന്നാമത്തെ പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഇൻഡിപെൻഡൻ്റ് ആണ്. അപ്പോൾ നമുക്ക് എന്തെഴുതാം? ഉടനെ നമ്മൾ എഴുതി വെക്കും പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി. ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ മക്കളെ ഇത് തമ്മിൽ ഇൻറ്റു ചെയ്യാം. ഇൻ്റർസെക്ഷൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുള്ളത് തമ്മിൽ ഇൻറ്റു ചെയ്യാം. അപ്പോൾ എന്താണ്? പി ഓഫ് എ 0.3, പി ഓഫ് ബി എന്താണ്? 0.4, 0.12. രണ്ടാമത്തെ പി ഓഫ് എ യൂണിയൻ ബി ഇക്വേഷൻ അറിയാലോ, കണ്ടുപിടിക്കുക. പി ഓഫ് എ ഗിവൺ ബി കണ്ടുപിടിക്കുക, ബി ഗിവൺ എ കണ്ടുപിടിക്കുക. എ ഇൻ്റർസെക്ഷൻ ബി മാത്രമേ പുതുതായിട്ടുള്ളൂ, ബാക്കി 3 എണ്ണം നമുക്ക് സാധാരണ രീതി കണ്ടുപിടിക്കാവുന്നതാണ്. മക്കളെ കണ്ടുപിടിച്ചോണം. ഓക്കെ, എല്ലാം അറിയാവുന്നല്ലേ? എ യൂണിയൻ ബിയുടെ ഇക്വേഷൻ അറിയാലോ. പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. ഇത് ഇപ്പോൾ കണ്ടുപിടിച്ചു. എ ഗിവൺ ബി എന്ന് പറഞ്ഞാൽ എന്താണ്? എ ഇൻ്റർസെക്ഷൻ ബി ബൈ പി ഓഫ് ബി. അതെല്ലാം അറിയാലോ. പി ഓഫ് ബി ഗിവൺ എന്താണ്? പി ഓഫ് ബി ഇൻ്റർസെക്ഷൻ എ ബൈ പി ഓഫ് എ. ചെയ്തോണം കേട്ടോ. നെക്സ്റ്റ്, ഗിവൺ 2 ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റ്സ്. മക്കളെ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ കേട്ടോ. 2 ഇൻഡിപെൻഡൻറ്റ് ഇവൻ്റ് ആണെങ്കിൽ കണ്ടല്ലോ, ഇൻഡിപെൻഡൻറ്റ് എന്ന ക്വസ്റ്റ്യനിൽ കാണും, അവരെടുത്ത് പറയും. ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റ്സ് തന്നിട്ടുണ്ട്. പി ഓഫ് എ എന്ന് പറയുമ്പോൾ 0.3, പി ഓഫ് ബി എന്ന് പറയുമ്പോൾ 0.6. അങ്ങനെയാണെങ്കിൽ പി ഓഫ് എ ആൻഡ് ബി കണ്ടുപിടിക്കുക. പി ഓഫ് എ ആൻഡ് കണ്ടല്ലോ, ആൻഡ് എന്ന് പറയുമ്പോൾ ഇൻ്റർസെക്ഷൻ ആൻഡ് എന്ന് പറയുമ്പോൾ ഇൻറ്റു പ്ലസ് നമ്മൾ പഠിച്ചു. ഇവിടെ ആൻഡ് എന്ന് പറയുമ്പോൾ അല്ലെ ഓർ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർത്തിരിക്കണം, ആൻഡ് എന്ന് പറയുമ്പോൾ ഇൻ്റർസെക്ഷൻ, ഓർ എന്ന് പറയുമ്പോൾ യൂണിയൻ. എടാ അത് ഓർത്തിരിക്കാൻ വലിയ പാടൊന്നുമില്ല. എടാ അതെ, ആൻഡ് കണ്ടല്ലോ, ആൻഡിനകത്ത് തന്നെ ഇൻ്റർസെക്ഷൻ ഉണ്ട്. ആൻഡ് ഓറിനകത്ത് തിരിച്ചാകുമ്പോൾ നമുക്കറിയാം യൂണിയൻ ആയിക്കുമെന്ന്. അപ്പോൾ ആൻഡ് എന്ന് പറയുമ്പോൾ ഓർത്തോണം ഇൻ്റർസെക്ഷൻ.
പി ഓഫ് എ ആൻഡ് ബി ആണ് ചോദിച്ചത് എന്ന് പറഞ്ഞാൽ പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ആണ് ചോദിച്ചത്. ഇൻഡിപെൻഡൻ്റ് ആണ്, അപ്പോൾ നമുക്ക് എന്തെഴുതാം? പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി. പി ഓഫ് എ എന്ന് പറയുമ്പോൾ 0.3 ഇൻറ്റു 0.6 0.18 സിമ്പിളായിട്ട് കിട്ടി. ഇനി പി ഓഫ് എ ആൻഡ് നോട്ട് ബി, പി ഓഫ് എ ആൻഡ് നോട്ട് ബി, അപ്പോൾ അതെങ്ങനെ എഴുതാം? ഇതെല്ലാം ഓൾറെഡി ഞാൻ നേരത്തെ പഠിപ്പിച്ചതാണ്. ഇതൊക്കെ ബാച്ചിലുള്ള കുട്ടികൾക്കാണെങ്കിലും അല്ലെങ്കിൽ എവിടെയെങ്കിലും നിങ്ങൾ കേട്ട് കാണും. ഇതൊക്കെ സിമ്പിളായിട്ടുള്ള കാര്യമാണല്ലേ. പി ഓഫ് എ ആൻഡ് നോട്ട് ബി, പി ഓഫ് എ ആൻഡ്, അപ്പോൾ ഇൻ്റർസെക്ഷൻ നോട്ട് ബി. അപ്പോൾ ഇപ്പോൾ ഓർത്ത് വെച്ചോണം, നോട്ട് ബി എന്ന് പറഞ്ഞാൽ ബി വേണ്ട, ബി കോംപ്ലിമെൻറ്റ്. അപ്പോൾ ഇൻ്റർസെക്ഷൻ തന്നിട്ടുണ്ട്, ഇൻഡിപെൻഡൻ്റ് ആയതുകൊണ്ട് രണ്ടും തമ്മിൽ ഇൻറ്റു ചെയ്യാം. പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി കോംപ്ലിമെൻറ്റ്. പി ഓഫ് എ തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ, പി ഓഫ് എ എത്രയാണ്? 0.3. പി ഓഫ് ബി കോംപ്ലിമെൻറ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ മക്കളെ, പി ഓഫ് ബി കോംപ്ലിമെൻറ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഒന്നുമില്ല, എന്തിൻ്റെയെങ്കിലും കോംപ്ലിമെൻറ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഒന്നിൽ നിന്ന് ആ ഒറിജിനൽ കുറയ്ക്കുക, ഒന്നിൽ നിന്ന് ആ ഒറിജിനൽ കോംപ്ലിമെൻറ്റ് മാറ്റിയിട്ടുള്ള സാധനം കുറയ്ക്കുക. ഇവിടെ എന്താണ്? ഒന്നിൽ നിന്ന് പി ഓഫ് ബി കുറയ്ക്കുക. പി ഓഫ് ബി എത്രയാണ്? 0.6. അപ്പോൾ ഇത് 0.4. അപ്പോൾ ഇത് ഇൻറ്റു 0.4. സോ രണ്ട് സെയിം ആൻസർ വരുക, 0.12. അല്ല, സെയിം ആൻസർ അല്ല. ഓക്കെ, സിമ്പിൾ അല്ലേ മക്കളെ? സിമ്പിൾ അല്ലേ? ഇനി നെക്സ്റ്റ് എന്താണ്? പി ഓഫ് എ ഓർ ബി. ഓക്കെ, പി ഓഫ് എ ഓർ ബി എന്ന് പറയുമ്പോൾ പി ഓഫ് എ യൂണിയൻ ബി. അറിയാലോ ഇക്വേഷൻ, പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ആണ്. കണ്ടുപിടിച്ചോളൂല്ലോ, അറിയാലോ, ഞാൻ കൂടുതൽ ചെയ്യുന്നില്ല, അറിയാവുന്ന കാര്യമാണ്. തേർഡ് നോക്കിക്കണം മക്കളെ, പി ഓഫ് നെയ്തർ എ നോർ ബി. നെയ്തർ എ നോർ ബി ആദ്യമായിട്ട് കേൾക്കണ സാധനം അല്ലേ. പി ഓഫ് നെയ്തർ എ നോർ ബി. എയും വേണ്ട ബിയും വേണ്ട, അതാണ് ഇതിൻ്റെ മീനിങ്. നെയ്തർ എയും ഇല്ല ബിയും ഇല്ല എന്നുള്ളതാണ് മീനിങ്. അപ്പോൾ ഇവിടെ പി ഓഫ് നെയ്തർ എ വേണ്ട ബിയും വേണ്ട, രണ്ടും വേണ്ട, ആൻഡ്, അതാണ് ഇൻ്റർസെക്ഷൻ. ഇൻഡിപെൻഡൻ്റ് ആയതുകൊണ്ട് രണ്ട് തമ്മിൽ ഇൻറ്റു ചെയ്യാം. പി ഓഫ് എ കോംപ്ലിമെൻറ്റ് ഇൻറ്റു പി ഓഫ് ബി കോംപ്ലിമെൻറ്റ്. പി ഓഫ് എ കോംപ്ലിമെൻറ്റ് എന്ന് പറയുമ്പോൾ അത് കണ്ടുപിടിച്ചില്ലല്ലേ. അപ്പോൾ പി ഓഫ് എ കോംപ്ലിമെൻറ്റ് ഒന്ന് കണ്ടുപിടിക്കാം. 1 മൈനസ് പി ഓഫ് എ, 1 മൈനസ് പി ഓഫ് എ 0.3, ഇത് 0.7. അപ്പോൾ ഇത് കണ്ടുപിടിച്ചു. പി ഓഫ് എ കോംപ്ലിമെൻറ്റ് 0.7 ഇൻറ്റു പി ഓഫ് ബി കോംപ്ലിമെൻറ്റ് ഓൾറെഡി കണ്ടുപിടിച്ചല്ലോ, 0.4. സോ 7 × 4 28. ഓക്കെ, 0.28 കിട്ടും ആൻസർ. മക്കളെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ എളുപ്പമാണ്. അപ്പോൾ ഇത് ചോദിക്കാനുള്ളൊരു ചാൻസ് ഇത്തവണയുണ്ട് കേട്ടോ, നന്നായിട്ട് നോക്കിക്കോണേ. ഓക്കെ, നെക്സ്റ്റ് ടെക്സ്റ്റ് ബുക്കിലെ ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇൻ എ ഹോസ്റ്റൽ 60% ഓഫ് സ്റ്റുഡൻറ്റ് റീഡ് ഹിന്ദി ന്യൂസ് പേപ്പർ. അപ്പോൾ ഹിന്ദി ന്യൂസ് പേപ്പർ വായിക്കുന്ന കുട്ടികളുടെ ശതമാനം തന്നിട്ടുണ്ട്, ഇംഗ്ലീഷ് വായിക്കുന്നവരുടെ ശതമാനം തന്നിട്ടുണ്ട്, രണ്ടും വായിക്കുന്നവരുടെ ശതമാനം തന്നിട്ടുണ്ട്. അപ്പോൾ പി ഓഫ്, ഞാൻ ഹിന്ദിക്ക് എച്ച് നൽകുന്നു കേട്ടോ. ഈ ശതമാനം എന്ന് പറയുമ്പോൾ 60% ബൈ ടോട്ടൽ ആകുമ്പോഴത്തേക്കും ബൈ 100 എന്ന് എഴുതാം അല്ലേ, അത് ഓർത്തോണേ. ഇനി പി ഓഫ് ഇംഗ്ലീഷ് വായിക്കുന്നവരുടെ പ്രോബബിലിറ്റി 40 ആണ്, പക്ഷേ അതിൻ്റെ പേഴ്സൻറ്റേജ് മാറ്റുക എന്ന് പറയുമ്പോൾ ബൈ ടോട്ടൽ പേഴ്സൻറ്റേജ് 100. ഇനി ബോത്ത് ഹിന്ദി ആൻഡ് എന്ന് പറയുമ്പോൾ എന്താടാ? ആൻഡ് എന്ന് പറയുമ്പോൾ പി ഓഫ് ഹിന്ദി ആൻഡ് ഇംഗ്ലീഷ് രണ്ടും വായിക്കുന്നവരുടെ എണ്ണം 20%, 20/100. ഒരു സ്റ്റുഡൻറ്റിനെ ചൂസ് ചെയ്യുന്നു. ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നുണ്ടല്ലോ, ഹിന്ദിയും നെയ്തർ ഹിന്ദി നോർ ഇംഗ്ലീഷ്, ഹിന്ദിയും വായിക്കരുത് ഇംഗ്ലീഷും വായിക്കരുത്. നമ്മളിപ്പോൾ ചെയ്ത സംഭവം തന്നെയാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, പി ഓഫ് നെയ്തർ ഹിന്ദി നോർ ഇംഗ്ലീഷ്. അപ്പോൾ ഹിന്ദിയും വായിക്കരുത് ആൻഡ് ഇംഗ്ലീഷും വായിക്കരുത്. ഇത് ഇൻഡിപെൻഡൻ്റ് തന്നിട്ടില്ല. ഇൻഡിപെൻഡൻ്റ് ക്വസ്റ്റ്യൻ തന്നിട്ടില്ല മക്കളെ. ഇൻഡിപെൻഡൻ്റ് ക്വസ്റ്റ്യൻ തന്നിട്ടില്ലെങ്കിൽ നെയ്തറും നോറും അല്ലേ, ഇൻഡിപെൻഡൻ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ അറിയേണ്ടത് +1 നമ്മുടെ ഒരു ഇക്വേഷനാണ്. +1 ഇതിൻ്റെ ഒരു ഇക്വേഷൻ ഉണ്ട് മക്കളെ. ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ മാത്രമേ ഇത് നമ്മൾ ഇൻഡ്യൂ ചെയ്യാവുള്ളൂ കേട്ടോ.
ഇൻഡിപെൻഡൻ്റ് തന്നിട്ടില്ല ക്വസ്റ്റ്യനിൽ, ഇൻഡിപെൻഡൻ്റ് ക്വസ്റ്റ്യൻ തന്നിട്ടില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്, ഇതിനൊരു ഇക്വേഷൻ ഉണ്ട്, പി ഓഫ് എച്ച് കോംപ്ലിമെൻറ്റ്. ഇപ്പം ജനറലായിട്ട് പറയുവാണെങ്കിൽ പി ഓഫ് എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻ്റ് ആണെങ്കിൽ അതിന് നമുക്ക് പി ഓഫ് ഹോൾ കോംപ്ലിമെൻ്റ് എന്ന് എഴുതാം. പക്ഷേ ഇതെല്ലാം നേരെ ഓപ്പോസിറ്റ് ആവും. എ കോംപ്ലിമെൻറ്റ് എ ആകും, ഇൻ്റർസെക്ഷൻ യൂണിയൻ ആകും, ബി കോംപ്ലിമെൻറ്റ് ബി ആകും. കണ്ടല്ലോടാ, കോംപ്ലിമെൻറ്റ് നേരെ ഓപ്പോസിറ്റ് ആയി. ഹോൾ കോംപ്ലിമെൻറ്റ് ഇടുമ്പോൾ കോംപ്ലിമെൻറ്റ് ഇവിടെ പോയി ഇൻ്റർസെക്ഷൻ യൂണിയൻ ആയി. ഡി മോർഗൻസ് ലോ എന്ന് പറയുന്ന ലോ ആണ് കേട്ടോ, അത് വെച്ചാണ് എഴുതിയത്. ഇനി എന്തിൻ്റെങ്കിലും കോംപ്ലിമെൻറ്റ് ഉപയോഗിക്കാൻ പറയാൻ എന്ത് ചെയ്യണം, ഒന്നിൽ നിന്ന് ഒറിജിനൽ സാധനം മൈനസ് ചെയ്യുക. ഇതറിയാലോ. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് എഴുതാം, ഇതിൻ്റെ ഹോൾ കോംപ്ലിമെൻറ്റ് ഇടാം, ഇത് നേരെ ഓപ്പോസിറ്റ് ആകും. എച്ച് കോംപ്ലിമെൻറ്റ് എച്ച് ആകും, ഇത് യൂണിയൻ ആകും, ഇത് ഇ ആകും. ഇതെന്ന് പറഞ്ഞാൽ ഒന്നിൽ നിന്ന് ഈ ഒറിജിനൽ സാധനം മൈനസ് ചെയ്യാന്നല്ലേ. ഇനി ഇതറിയാവോടാ? ഇല്ല, ഇത് കണ്ടുപിടിച്ചിട്ടില്ല അല്ലേ. അത് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ അറിയാം, 1 മൈനസ് ഇത് ബ്രാക്കറ്റ് ഇടുവാണേ. ഇത് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ പി ഓഫ് എച്ച് പ്ലസ് പി ഓഫ് എഫ് മൈനസ് പി ഓഫ് എച്ച് ഇൻ്റർസെക്ഷൻ എഫ്. അറിയാലോ ഇക്വേഷൻ? യെസ്. 1 മൈനസ് പി ഓഫ് എച്ചും പി ഓഫ് എഫും എല്ലാം അറിയാലേ. പി ഓഫ് എച്ച് 60/100, 40/100, 20/100. ഓക്കെ അല്ലേ? അത് മൈനസ് ചെയ്യടാം. അപ്പോൾ എത്ര വരും? 60, 40, 100. 100ൽ നിന്ന് 20 കുറച്ചാൽ 80. 1 മൈനസ് 80/100. 0 0 കട്ട് ചെയ്ത് കളയും ഇവിടെ. 1 മൈനസ് 8/10 എന്ന് കിട്ടും. LCM എടുക്കുമ്പോൾ 10 മൈനസ് 8/10 2/10 എന്ന് കിട്ടും. കട്ട് ചെയ്ത് കളഞ്ഞാൽ 1/5. ഓക്കെ അല്ലേ? LCM ഒക്കെ എടുത്ത് ചെയ്ത് കണ്ടല്ലോ. 10 മൈനസ് 8/10 2/10 1/5. നെക്സ്റ്റ് കണ്ടല്ലോ, ഇഫ് ഷീ റീഡ്സ് ഹിന്ദി ന്യൂസ് പേപ്പർ. അവൾ ഹിന്ദി ന്യൂസ് പേപ്പർ വായിക്കുവാണെങ്കിൽ, ഗിവൺ ഒരു സാധനം തന്നിട്ടുണ്ട്, ഹിന്ദി ന്യൂസ് പേപ്പറാണ് വായിക്കുന്നതെങ്കിൽ ഫൈൻഡ് ദ പ്രോബിലിറ്റി ദാറ്റ് ഷീ റീഡ്സ് ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ. അപ്പോൾ മക്കളെ, അവർ ചോദിച്ചിരിക്കുന്നത് എന്താണെന്ന് നോക്കിക്കോണേ. ഹിന്ദിയാണ് അവൾ വായിക്കുന്നതെങ്കിൽ, അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് പി ഓഫ് ഗിവൺ. ഹിന്ദിയാണ് വായിക്കുന്നതെങ്കിൽ, ഹിന്ദിയാണ് വായിക്കുന്നത് ഗിവൺ. എന്ത് കണ്ടുപിടിക്കണം? ഇംഗ്ലീഷ് വായിക്കാനുള്ള പ്രോബിലിറ്റി എന്ന് പറഞ്ഞാൽ പി ഓഫ് ഇംഗ്ലീഷ്. എന്താണ് ഇക്വേഷൻ? പി ഓഫ് ഇ ഇൻ്റർസെക്ഷൻ എച്ച് ബൈ പി ഓഫ് എച്ച്. എന്താണ് ഇ ഇൻ്റർസെക്ഷൻ എച്ച്? ഇ ഇൻ്റർസെക്ഷൻ എച്ച് അതാണ് എച്ച് ഇൻ്റർസെക്ഷൻ ഇ. ഓക്കെ, 20/100 ബൈ പി ഓഫ് എച്ച് 60/100. 100 കട്ട് ചെയ്ത് കളയാം. 20/60 0 0 കട്ട് ചെയ്യാം. 2/6 കട്ട് ചെയ്യുമ്പോൾ 1/3. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? പി ഓഫ് ഷീ റീഡ്സ് ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ, ഹിന്ദി ന്യൂസ് പേപ്പർ. അറിയാലോ മക്കളെ, ചെയ്തോണം കേട്ടോ, നിങ്ങൾക്കുള്ള വർക്കാണേ, ചെയ്തോണം. മൂന്നാമത്തെ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും. ഇപ്പം നമ്മൾ ചെയ്ത പോലെ തന്നെ തിരിച്ച് ചെയ്യാന്നേ ഉള്ളൂ. ഓക്കെ, ചെയ്തോണം. നെക്സ്റ്റ് ഈ ചാപ്റ്ററിലെ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് ബേസ് തിയറം. ബേസ് തിയറം ഇല്ലാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പോലും കാണാൻ പറ്റത്തില്ല. 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഇപ്പോൾ പഠിച്ച നമ്മൾ ഇപ്പോൾ പറഞ്ഞ ഏതെങ്കിലും ഒരു കൺസെപ്റ്റിൽ നിന്നും, 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഇപ്പോൾ പറയാൻ പോകുന്ന കൺസെപ്റ്റിൽ നിന്നായിരിക്കും ചോദിക്കാൻ പോകുന്നത്. ബേസ് തിയറം പൊതുവെ പലർക്കും പാടാണ്, പഠിച്ചിട്ട് മനസ്സിലാകുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. മക്കളെ, ഇൻട്രസ്റ്റിംഗ് സംഭവമാണ്, ശ്രദ്ധിച്ചിരിക്കുക. ക്വസ്റ്റ്യൻ വായിക്കുക ആദ്യം. ഞാനിപ്പോൾ പറയാൻ പോകുന്ന ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും ചോദിക്കാൻ പോകുന്നതായിട്ട് ചാൻസ് ഉള്ളത്. ഇപ്പോൾ പറയാൻ പോകുന്ന ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും. ബാഗ് 1-നകത്ത് 3 റെഡും 4 ബ്ലാക്കും ഉണ്ട്. ബാഗ് 2-നകത്ത് 5 റെഡും 6 ബ്ലാക്കും ഉണ്ട്. ഉടനെ നമ്മൾ ബാഗ് 1ഉം ബാഗ് 2 അങ്ങ് വരച്ചു വെക്കുക. ബാഗ് 1ഉം ബാഗ് 2ഉം വരച്ചു വെക്കുക. ഒരു ക്വസ്റ്റ്യൻ ഞാൻ മൊത്തം ചെയ്തു തരാം. ബാക്കി ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് ചെയ്യാൻ, കാൽക്കുലേഷൻസ് എല്ലാം നമുക്ക് കാൽക്കുലേറ്റർ ചെയ്യാം. ഈ ഒറ്റ കാൽക്കുലേറ്റർ ഉണ്ടെങ്കിൽ കാൽക്കുലേഷൻസ് മൊത്തം നമുക്ക് ചെയ്യാം. അല്ലാതെ കട്ട് ചെയ്ത് ഒന്നും നശിപ്പിക്കേണ്ട കാര്യമില്ല. ഞാൻ പറയുന്ന പോലെ മക്കളെ, ആദ്യത്തെ ഈ സംഭവങ്ങളെല്ലാം എടുത്തെഴുതുക എന്നുള്ളത് മാത്രമേ കൺസെപ്റ്റ് ഉള്ളൂ. ബാക്കിയെല്ലാം നമുക്ക് കാൽക്കുലേറ്റർ ഉള്ളതുകൊണ്ട് നമുക്ക് അതിനകത്ത് ചെയ്യാൻ പറ്റും കേട്ടോ. ഫസ്റ്റ് ബാഗിനകത്ത് 3 റെഡ് ഉണ്ട്. ഫസ്റ്റ് ബാഗ്, സെക്കൻഡ് ബാഗ്. ഫസ്റ്റ് ബാഗിനകത്ത് 3 റെഡും 4 ബ്ലാക്കും ഉണ്ട്. മനസ്സിലാകാത്ത ആരാണെങ്കിലും ഇവിടെ വാ, കിഡിലിനായിട്ട് മനസ്സിലായിരിക്കും. ഈ ക്ലാസ് കാണുന്ന ഒരു കുട്ടിക്ക് പോലും ഇത് മനസ്സിലാകാതിരിക്കത്തില്ല, അതെൻ്റെ ഉറപ്പാണ്. ശ്രദ്ധിച്ചിരിക്കുക. രണ്ടാമത്തെ ബാഗിൽ നിന്നും 5 റെഡും 6 ബ്ലാക്കും ഉണ്ട് രണ്ടാമത്തെ ബാഗിൽ അല്ലേ. അപ്പോൾ ഈ 2 ബാഗിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്.
1 ball is drawn from one of the bags and it is found to be red. ശ്രദ്ധിക്കേണ്ട കാര്യം, റെഡ് ആണെങ്കിൽ അവിടെ അണ്ടർലൈൻ ചെയ്യും. ഏതൊരു ബാഗിൽ നിന്ന് എടുത്തു, അത് റെഡ് ആണ്. അത് രണ്ടാമത്തെ ബാഗിൽ നിന്നാകാനുള്ള പ്രോബബിലിറ്റി കണ്ടുപിടിക്കുക. രണ്ടാമത്തെ ബാഗിൽ നിന്നുള്ള പ്രോബബിലിറ്റി കണ്ടുപിടിക്കുക. അപ്പം നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ട മക്കളെ, പി ഓഫ് ആദ്യം നിങ്ങൾ ലെറ്റ് E1 E2 എന്ന് പറഞ്ഞ് എടുത്തെഴുതുക. E1 എന്ന് പറയുമ്പോൾ ബാഗ് 1 ചൂസ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി, E2 എന്ന് പറഞ്ഞാൽ ബാഗ് 2. രണ്ടെണ്ണമുള്ളതുകൊണ്ട് ഞാൻ E1 E2 എന്ന് എടുത്തു. മൂന്നെണ്ണമാണെങ്കിൽ E1 E2 E3 എന്ന് എടുക്കുക. പിന്നെ എ എന്ന് പറഞ്ഞൊരു ഇവൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയത്, അതിന് ഏന്ന് പേര് കൊടുത്തുള്ളൂ, ഇഷ്ടമുള്ള പേര് കൊടുക്കാം കേട്ടോ. റെഡ് ആണെങ്കിൽ 6 നിങ്ങൾ കൊടുത്തു. ഇവിടെ കിട്ടിയെന്താണ്? റെഡ് ആണ്. അപ്പം നിങ്ങൾ E1 E2 രണ്ട് ബാഗുള്ളതുകൊണ്ട് E1 E2 എന്ന് കൊടുത്തു. കിട്ടിയത് എന്താടാ? റെഡ്. ഓക്കെ ആണല്ലോ? ഓക്കെ ആണല്ലോ? യെസ്. ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്താണ്? റെഡ് ആണ് കിട്ടിയത്. ഗിവൺ എടാ മക്കളെ, പി ഓഫ് റെഡ് ആണ് കിട്ടിയത്. ഗിവൺ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അത് ഏതിൽ നിന്നാകണം? ബാഗ് 2-ൽ നിന്നാകാനുള്ള പ്രോബിലിറ്റി. അത് ബാഗ് 2-ൽ നിന്ന് റെഡ്. ബാഗ് 2-ൻ്റെ ലെറ്റർ എന്താടാ? ബാഗ് 2-ൻ്റെ ലെറ്റർ എന്ന് പറയുമ്പോൾ പി ഓഫ് E2 അല്ലേ? ഗിവൺ. റെഡിൻ്റെ ലെറ്റർ എന്താണ്? എ അല്ലേ? യെസ്, E2 ഗിവൺ എ ആണ്. ഇവിടെ ശരിക്കും പറഞ്ഞ E2 ഇൻ്റർസെക്ഷൻ എ ആ സംഭവം ഉപയോഗിക്കാം. പക്ഷെ ഇവിടെ 2 കണ്ടീഷൻസ് ഉണ്ട്. ഒന്നിൽ കൂടുതൽ കണ്ടീഷൻസ് വരുമ്പോഴാണ് ബേസ് തിയറം കണ്ടത്. 2 കണ്ടീഷൻ ഉണ്ട്. അതിനകത്ത് ഏതോ ഒരെണ്ണത്തിൽ നിന്ന് എടുത്തു. മക്കളെ, നമ്മൾ സാധാരണ കണ്ടുപിടിക്കുന്ന ഒരു സംഭവം എടുത്തു, അതിൻ്റെ പ്രോബിലിറ്റിയോ ഇവർ ഇതല്ലേ ചോദിച്ചത്. കിട്ടിയത് റെഡിൻ്റെ പ്രോബിലിറ്റി അല്ല, അത് രണ്ടാമത്തെ ബാഗിൽ നിന്നാണല്ലോ. എന്ന് പറഞ്ഞാൽ ഒരു സംഭവം ചെയ്തതിന് ശേഷം വീണ്ടും തിരിച്ചു പോയി, റിവേഴ്സ് പ്രോസസ്, റിവേഴ്സ് പ്രോബിലിറ്റി എന്ന് നമുക്ക് ചിന്തിക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ E2 ഗിവൺ എ ആണ് കണ്ടുപിടിക്കേണ്ടത്. മനസ്സിലായല്ലോ? ഇത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇതാണ്. ബേസ് തിയറത്തിൻ്റെ ഏറ്റവും ടഫ് എന്ന് പറയുന്നത്. പക്ഷെ വളരെ എളുപ്പം പറഞ്ഞുതരാം. ബേസ് തിയറ എന്ന് മനസ്സിലായല്ലോ? 2 കണ്ടീഷൻസ് ഉണ്ട്, ബാഗ് 1 ബാഗ് 2. മനസ്സിലായി? 2 കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ അത് ബേസ് തിയറ എന്ന് മനസ്സിലാക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷൻ എഴുതാനുള്ള പരിപാടി നോക്കിക്കോണേ മക്കളെ. ഇവിടെ E2 ആണെങ്കിൽ നിങ്ങൾ ആദ്യം പി ഓഫ് E2 എന്ന് എഴുതുക, ഇൻറ്റു ഇത് നേരെ തലതിരിച്ചിടുക, പി ഓഫ് എ ഗിവൺ E2. ഓക്കെ ആണല്ലോ? ഇവിടെ E1 ആണെങ്കിൽ ഇവിടെ E1 ഇത് തലതിരിച്ചിടുക, എ ഗിവൺ E1. ഇവിടെ E3 ആണെങ്കിൽ ഇവിടെ E3 ഇൻറ്റു തലതിരിച്ചിടുക, പി ഓഫ് എ ഗിവൺ E3. ഓക്കെ ആണല്ലോ? ഓക്കെ ആണല്ലോടാ? യെസ്. എന്നിട്ട് ഡിവൈഡർ ബൈ ഇടുക. പ്രോബിലിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്? നമുക്ക് വേണ്ടത് ബൈ ടോട്ടൽ. നമുക്ക് വേണ്ടത് E2-ൻ്റെ ആയതുകൊണ്ട് E2-ൻ്റെ മുകളിൽ എഴുതി. E1 ആണെങ്കിൽ E1-ൻ്റെ മുകളിൽ എഴുതും ഇതേപോലെ. ബൈ ടോട്ടൽ എന്ന് പറയുമ്പോൾ E1-ൻ്റെയും E2-ൻ്റെയും E3-യുടെയും ഇതേപോലെ എഴുതി കൂട്ടുക, ടോട്ടൽ. അപ്പോൾ ആദ്യം 2 ഉള്ളത് E1-ഉം E2 ഉണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ പി ഓഫ് E1-ൻ്റെ എഴുതുവാണേ. എന്നിട്ട് ഇതേപോലെ തന്നെ ഇവിടെ 1 കൊടുത്താൽ താഴത്ത് എഴുതാം, പി ഓഫ് E1 ഇൻറ്റു പി ഓഫ് എ ഗിവൺ E1 പ്ലസ് ടോട്ടലാണ്, അതുകൊണ്ട് ഒന്നാമത്തേൻ്റെ എഴുതി, പ്ലസ് രണ്ടാമത്തേൻ്റെ ഇതേപോലെ പി ഓഫ് E2 ഇൻറ്റു പി ഓഫ് എ ഗിവൺ E2. ഇത്രേ ഉള്ളൂ. ഇതാണ് നിങ്ങൾ ടഫ് ആണെന്ന് പറഞ്ഞ ഇക്വേഷൻ. എടാ മക്കളെ, ഇത് ഏത് വേണമെങ്കിൽ ചോദിച്ചോട്ടെടാ. ദേ, നിങ്ങൾക്ക് വേണമെങ്കിൽ E1 ഗിവൺ എ ആണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ എഴുതാം? E1-ൻ്റെ മുകളിൽ എഴുതുക, കണ്ണടച്ചങ്ങ് എഴുതിക്കോ. E1-ൻ്റെ മുകളിൽ എഴുതുക, തലരിച്ച് എഴുതുക. ഇനി താഴത്തെ എപ്പോഴും ടോട്ടലാണ്. 1-ൻ്റെയും 2-ൻ്റെ ഉണ്ടെങ്കിൽ 1-ൻ്റെയും 2-ൻ്റെ ആഡ് ചെയ്യണം. പി ഓഫ് E1 ഇൻറ്റു പി ഓഫ് എ ഗിവൺ E1 പ്ലസ് പി ഓഫ് E2 ഇൻറ്റു പി ഓഫ് എ ഗിവൺ E2. ഇനിയിപ്പോൾ 3 ഉണ്ടെങ്കിലോ പ്ലസ് പി ഓഫ് E3 ഇൻറ്റു താഴത്തെ എപ്പോഴും ടോട്ടൽ. മുകളിൽ നമുക്ക് വേണ്ടത് മാത്രം എഴുതാനുള്ളൂ കേട്ടോ. ഓക്കെ, ഇതാണ് ബേസ് തിയറത്തിൻ്റെ കൺസെപ്റ്റ്. ഇനി ഇത് ഓരോന്നും നമുക്ക് എന്താണെന്ന് എഴുതണ്ടേ? യെസ്, അത് ഞാൻ പറഞ്ഞുതരാം. നോക്കിക്കോണേ, അത് ഞാൻ പറഞ്ഞുതരാം. പി ഓഫ് E1 എന്ന് പറഞ്ഞാൽ, എടാ 2 ബാഗില്ലേ, 2 എണ്ണത്തിലെ ഒരു ബാഗ് ചൂസ് ചെയ്യണം. ടോട്ടൽ എത്ര ഉണ്ട്? 2. അതിനകത്തെ ഈ ഫസ്റ്റ് ബാഗ് കിട്ടണം. ഫസ്റ്റ് ബാഗ് എന്ന് പറഞ്ഞാൽ എത്രയേ ഉള്ളൂ? ഒരെണ്ണം. അപ്പോൾ എത്രയാണ് പ്രോബിലിറ്റി? 1/2. മനസ്സിലായല്ലോ? ഇപ്പോൾ ഈ കാൽക്കുലേറ്ററും ഇപ്പോൾ ഫോണും 2 എണ്ണം ഉണ്ട്. ഇതിൻ്റെ അകത്ത് ഫോൺ കിട്ടണം. ഫോൺ എന്ന് പറഞ്ഞാൽ എത്രയേ ഉള്ളൂ? ഒരെണ്ണം. അപ്പോൾ 1 ടോട്ടൽ 2. കാൽക്കുലേറ്റർ കിട്ടണം. അപ്പോൾ അതിൻ്റെ പ്രോബിലിറ്റി എന്താണ്? കാൽക്കുലേറ്ററിൻ്റെ എണ്ണം ഒരെണ്ണം ബൈ ടോട്ടൽ 2 എണ്ണം. ഇത്രയുള്ള അതിൻ്റെ പരിപാടി. അപ്പോൾ ഇവിടെ പി ഓഫ് E1 എന്ന് പറയുമ്പോൾ 1/2. ഇനി പി ഓഫ് E2 എന്താണ്?
രണ്ടാമത്തെ ബാഗ് ഒരെണ്ണയിലുള്ള രണ്ടാമത്തെ ബാഗ് 1 ടോട്ടൽ 2. സോ 1/2. അത് ഓക്കെ. ഇനി ഓരോന്ന് എഴുതാം. ദേ പി ഓഫ് എ ഗിവൺ E1, പി ഓഫ് എ ഗിവൺ E2 ഇതൊക്കെ വേണ്ടേ? അത് എഴുതി വെക്കാം. പി ഓഫ് എ ഗിവൺ E1 എന്ന് പറഞ്ഞാൽ എന്താടാ? എ ഗിവൺ E1 എന്ന് പറഞ്ഞാൽ ബാഗ് 1, എ എന്ന് പറഞ്ഞാൽ റെഡ്. അപ്പോൾ ഫസ്റ്റ് ബാഗിൽ നിന്നും റെഡ് കിട്ടണം. കണ്ടല്ലോടാ? E1 എന്ന് പറഞ്ഞാൽ ബാഗ് 1, ഫസ്റ്റ് ബാഗ്. എ എന്ന് പറഞ്ഞാൽ റെഡ്. അപ്പോൾ ഒന്നാമത്തെ ബാഗിൽ നിന്ന് റെഡ് കിട്ടാനുള്ള പ്രോബിലിറ്റി, ഒന്നാമത്തെ ബാഗിൽ നിന്നും റെഡ് കിട്ടണം. റെഡിൻ്റെ എണ്ണം 3 ബൈ ടോട്ടൽ 7. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മീനിങ്. മനസ്സിലായല്ലോ? വേണ്ടവർക്ക് കൂടെ എഴുതാം. ഒന്നാമത്തെ ബാഗിൽ നിന്ന് റെഡ് ബാഗ് 1ൽ നിന്ന്. അടുത്തത് പി ഓഫ് എ ഗിവൺ E2 കൂടെ എഴുതി വയ്ക്കാം. എ എന്ന് പറഞ്ഞാൽ റെഡ് കിട്ടണം. എവിടെ നിന്ന്? രണ്ടാമത്തെ ബാഗിൽ നിന്ന് റെഡ് കിട്ടണം. രണ്ടാമത്തെ ബാഗിൽ നിന്ന് റെഡ് എന്ന് പറയുമ്പോൾ 5 ബൈ ടോട്ടൽ 11. 5/11. മക്കൾ ഇതെല്ലാം അങ്ങ് ഇട്ട് കൊടുത്തേടാ, എല്ലാം ഇട്ട് കൊടുത്തേ. പി ഓഫ് E2 ഇൻറ്റു പി ഓഫ് എ ഗിവൺ E2. അപ്പോൾ 1/2 ഇൻറ്റു 1/2 ഇൻറ്റു എ ഗിവൺ E2 5/11. 1/2 ഇൻറ്റു 5/11 ബൈ താഴത്ത് എന്താണ്? E1 1/2 ഇൻറ്റു 3/7 പ്ലസ് പി ഓഫ് E2 ഇൻറ്റു എ ഗിവൺ E2. അതിനെ മുകളിൽ എഴുതിയിരിക്കണം അല്ലേ? സോ ഇത് തന്നെ അങ്ങ് എടുത്ത് താഴത്തേക്ക് എഴുതാം. 1/2 ഇൻറ്റു 5/11. ഓക്കെ അല്ലേ? ഇതിങ്ങനെ ബ്രാക്കറ്റ് ഇങ്ങനെ ഇട്ട് വെച്ചു. കാരണം കാൽക്കുലേറ്ററിൽ നമ്മൾ അടിക്കാൻ പോകുന്നത് മക്കളെ ഈ സാധനം തന്നെയാണ്. എല്ലാ മക്കൾസും കാൽക്കുലേറ്റർ എടുക്കുക, എന്നിട്ട് ഞാൻ പറയുന്ന പോലെ അടിച്ചു കൊടുക്കുക. ഒരിക്കലും തെറ്റത്തില്ല. ഇത് അല്ലാതെ ചെയ്യാൻ പറ്റും, എനിക്കറിയാം എല്ലാവർക്കും ചെയ്യാൻ പറ്റും. അല്ലാതെ ചെയ്യാവുന്നവർ ചെയ്തോ. പക്ഷെ എല്ലാവർക്കും തെറ്റിക്കാതെ മാർക്ക് കിട്ടണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ട് പറയുവാണ്, കാൽക്കുലേറ്റർ എടുക്കുക. ആദ്യം ബ്രാക്കറ്റ് അല്ലേ? സോ ബ്രാക്കറ്റ് ഇടുക. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ മറ്റേ ബൈ 1/2 ആണ്. അപ്പം ഞാൻ അടിക്കണം നോക്കിക്കോടെ. 1 നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. ഓക്കെ, ഇങ്ങനെ പിടിക്കാം. 1 ബൈ മറ്റേ ബൈ അടിച്ചു 1/2. ഓക്കെ, 1/2 ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചോണേ. 1/2. ഓക്കെ, കാണാമല്ലോ അല്ലേടാ? 1/2 ഇൻറ്റു, അപ്പം ഇൻറ്റു അടിച്ചു 5/11. 5 ബൈ മറ്റേ ബൈ 5/11. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. ഓക്കെ അല്ലേ? ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. ഇനി ഈ ഡിവൈഡർ ബൈ ഉണ്ടല്ലോ, ഈ ഡിവൈഡർ ബൈ, അത് നമ്മുടെ സാധാ ഡിവൈഡർ ബൈ അടിക്കുക. സാധാ ഡിവൈഡർ ബൈ. എന്നിട്ട് താഴത്തെ സംഭവം കണ്ടല്ലോ മക്കളെ, ബ്രാക്കറ്റിനകത്ത് ഇട്ടിരിക്കുന്നത്, അത് അതേപോലെ അടിച്ചു കൊടുക്കുക. ബ്രാക്കറ്റിനകത്ത് 1/2 ഇൻറ്റു 3/7. 1/2 ഇൻറ്റു 3/7 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. പ്ലസ് മക്കളെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ബ്രാക്കറ്റിനുള്ള ഇവിടെ ഫുള്ള് ബ്രാക്കറ്റ് ഇട്ടോളൂ കേട്ടോ. ഈ ഡിവൈഡ് കഴിഞ്ഞിട്ടുള്ള മൊത്തം ബ്രാക്കറ്റ് ഇട്ടു. ചിലവരുടെ കാൽക്കുലേറ്ററിൽ മോഡ് മാറി കിടക്കുകയാണെങ്കിൽ തെറ്റാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഒന്നുകൂടി ഡിവൈഡർ ബൈ അടിച്ചതിന് ശേഷം നിങ്ങൾ കാര്യം ചെയ്യുക, ഇത് ബ്രാക്കറ്റ് ഇടണമെന്നില്ല. ഇവിടെ ബ്രാക്കറ്റ് ഇല്ലെങ്കിൽ കുഴപ്പമില്ല. ഡിവൈഡർ ബൈ അടിച്ച ശേഷം ബ്രാക്കറ്റിനകത്ത് മൊത്തം താഴത്തുള്ള അടിച്ചു കൊടുക്കുക. 1/2 1 മറ്റേ ബൈ 2 ഇൻറ്റു 3/7 3 മറ്റേ ബൈ 7 പ്ലസ് 1/2 ഇൻറ്റു 5/11. എന്നിട്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. താഴത്തെ ഒറ്റ ബ്രാക്കറ്റ് ഇട്ടാൽ മതി കേട്ടോ. അത് ഈ ബ്രാക്കറ്റിന് വേണമെന്നില്ല കേട്ടോ മക്കളെ, സാധാ ബ്രാക്കറ്റ് ഇട്ടാൽ മതി. ഓക്കെ, എന്നിട്ട് ഈക്വൽ ടു അടിക്കുമ്പോൾ നിങ്ങളുടെ കാൽക്കുലേറ്ററിൽ ഇതിങ്ങനെ ഒരു ആൻസർ കിട്ടും. 35 കാണുന്നുണ്ടോ മക്കളെ? ഓക്കെ, 35/68 എന്ന് കിട്ടിയുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ കിട്ടുവാണെങ്കിൽ അതാണ് നമ്മുടെ ആൻസർ. സോ നമ്മുടെ ആൻസർ എന്ന് പറയുമ്പോൾ 35/68. കട്ട് ചെയ്ത് കളഞ്ഞോ, എങ്ങനെ ചെയ്താലും ആൻസർ കിട്ടിയാൽ മതി. ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. കണ്ടല്ലോടെ മക്കളെ? അപ്പോൾ ഇങ്ങനെ വേണം ഓരോ ക്വസ്റ്റ്യനും ചെയ്ത് പഠിക്കാനായിട്ട്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക്
ഹോംവർക്കായിട്ട് തരുവാണ്, നിങ്ങൾ ചെയ്തോണം. ഹോംവർക്കല്ല, ഇപ്പം തന്നെ ചെയ്തോ, ഹോംവർക്കൊന്നും ചെയ്യാൻ സമയമില്ല. ഇപ്പം തന്നെ എൻ്റെ മക്കൾസ് എല്ലാവരും എൻ്റെ കൂടെ ഇരുന്ന് ചെയ്തോളുക. ഓക്കെ അല്ലേ? ഈ ചാപ്റ്ററിൽ ചോദിക്കാനുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണിത്. ഇതും അതേപോലെ തന്നെ ചെയ്യാം. ജസ്റ്റ് ഞാൻ പറഞ്ഞുതരാം. ഇത് എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ചോദിക്കാൻ ചാൻസ് ഉണ്ട്. 3 ഐഡന്റിക്കൽ ബോക്സസ് ഉണ്ട്. സോ ഫസ്റ്റ് ബോക്സ്, രണ്ടാമത്തെ ബോക്സ്, മൂന്നാമത്തെ ബോക്സ്, ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്. മക്കളെ ഫസ്റ്റ് ബോക്സിനകത്ത് എന്താണ്? എല്ലാത്തിനകത്ത് 2 കോയിൻസ് ഉണ്ട്. ഒന്നാമത്തെ ബോക്സിനകത്ത് 2 ഗോൾഡ് കോയിനാണ്. സോ ഇത് ഗോൾഡ്, ഇത് ഗോൾഡ്. രണ്ടാമത്തിനകത്ത് ബോത്ത് സിൽവർ കോയിൻസ് ആണ്, സിൽവർ. മൂന്നാമത്തേനകത്ത് 1 ഗോൾഡും 1 സിൽവറുമാണ്, 1 ഗോൾഡും 1 സിൽവറുമാണ്. എ പേഴ്സൺ ചൂസസ് എ ബോക്സ്. ഏതൊരു ബോക്സ് ചൂസ് ചെയ്തു, എന്നിട്ടൊരു കോയിൻ എടുത്തു. അപ്പോൾ അത് ഗോൾഡ് ആണെങ്കിൽ, ഗോൾഡ് ആണെങ്കിൽ വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ദാറ്റ് ദ അതർ കോയിൻ ഈസ് ഇൻ ദ ബോക്സ് ഈസ് ഓൾസോ ഗോൾഡ്? നേരത്തെ ക്വസ്റ്റിനകത്തൊക്കെ ഫസ്റ്റ് ബാഗ് അല്ലെങ്കിൽ സെക്കൻഡ് ബാഗ് എന്നൊക്കെ പറഞ്ഞ് പ്രത്യേകം എടുത്ത് പറയുമായിരുന്നു. ഇവിടെ അങ്ങനെ പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടില്ല. പക്ഷെ ഇവിടെ ഒന്നുകൂടെ വായിച്ചാൽ നമുക്ക് മനസ്സിലാവും ഏത് ബാഗിൽ നിന്നാണ് എടുക്കേണ്ടത്. സോറി, ഇതല്ലല്ലോ. ഏത് ബാഗിൽ നിന്നാണ് എടുക്കേണ്ടതെന്ന് ഇത് വായിക്കുമ്പോൾ മനസ്സിലാവും. ഒരെണ്ണം എടുത്തു, അത് ഗോൾഡ് ആണ്. അപ്പം ഏതിനകത്ത് എടുത്തു? ഗോൾഡ് ആണെങ്കിൽ ഇതിൻ്റെ അകത്തുനിന്ന് എടുത്തു അല്ലേ? ഏതിനകത്ത് നിന്ന് എടുത്തു? അത് ഗോൾഡ് ആണ്. അത് ഏത് ബാഗിൽ നിന്നാകണമെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ പറഞ്ഞിട്ടുണ്ട് ദ അതർ കോയിൻ ഈസ് ഇൻ ദ ബോക്സ് ഈസ് ഓൾസോ ഗോൾഡ്. ഒരെണ്ണം എടുത്ത് ഗോൾഡ് ആണ്, മറ്റേതും ഗോൾഡ് കിട്ടാനുള്ള ചാൻസ്. എടാ ഒരെണ്ണം എടുത്ത് ഗോൾഡ് ആണ്. ഓക്കെ, അപ്പം അത് ഇതിൻ്റെ അകത്തുനിന്ന് ആകാം. മറ്റേതും ഗോൾഡ്. അപ്പം മറ്റേതും ഗോൾഡ് കിട്ടണമെങ്കിൽ ആദ്യത്തെ ബോക്സിന് എടുത്തല്ലേ പറ്റൂ, 2 ഗോൾഡുള്ള ബോക്സിന് എടുത്തല്ലേ പറ്റൂ. യെസ്, എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മീനിങ് ബാഗ് 1-ൽ നിന്ന് ഗോൾഡ് കിട്ടണം. ബാഗ് 1-ൽ നിന്ന് ഗോൾഡ് കിട്ടണം എന്നാണ് അവർ എടുത്ത് പറഞ്ഞിരിക്കുന്നത്. മക്കളെ സാധാരണ പോലെ E1 ബാഗ് 1 എടുത്തെഴുതുക. E2 ബാഗ് 2 എടുത്തെഴുതുക. E3 ബാഗ് 3. ഓക്കെ അല്ലേ? യെസ്, എ എന്ന് പറഞ്ഞ് എടുത്തെഴുതുക. എന്താണ്? ഗോൾഡ് ആണ് കിട്ടേണ്ടത്. അപ്പം നമുക്ക് മനസ്സിലായി ബാഗ് 1-ൽ നിന്നും ഗോൾഡ്. അപ്പം നമ്മുടെ ഇക്വേഷൻ എന്താണ്? പി ഓഫ് ബാഗ് 1-ൽ നിന്ന് ഗോൾഡ് കിട്ടണം. P1 ഗിവൺ എ. ഗോൾഡ് കിട്ടണം, ഗിവൺ തന്നിട്ടുണ്ട്. ഗോൾഡ് ആണ്, അത് ബാഗ് 1-ൽ നിന്ന്. ഓക്കെ അല്ലേ? യെസ്. അങ്ങനെയാണെങ്കിൽ മക്കളെ സിമ്പിളായിട്ട് എഴുതാം. ഇക്വേഷൻ എന്താണ്? പി ഓഫ് E1 ഇൻറ്റു പി ഓഫ് തിരിച്ചിട്ടു അല്ലേ? തിരിച്ചിടുമ്പോൾ പി ഓഫ് എ ഗിവൺ E1 ബൈ എന്ത് ചെയ്യണം? ഓരോന്നും ആഡ് ചെയ്യും. ആദ്യം ഒന്നാമത്തതിൻ്റെ ഇതേപോലെ എഴുതുക, പ്ലസ് രണ്ടാമത്തതിൻ്റെ ഇതേപോലെ എഴുതുക, പ്ലസ് മൂന്നാമത്തതിൻ്റെ ഇതേപോലെ എഴുതുക. ഓക്കെ അല്ലേ? ഒന്നാമത്തേൻ്റെ എഴുതി, രണ്ടാമത്തേൻ്റെ എഴുതി, മൂന്നാമത്തേൻ്റെ എഴുതി കൂട്ടി. ഇത് ഓരോന്നും വേണമെങ്കിൽ നമുക്ക് എടുത്തെഴുതണം അല്ലേ? പി ഓഫ് E1, പി ഓഫ് E2 എടുത്തെഴുതണമെന്നില്ല, ഡയറക്റ്റ് അവിടെ എഴുതിയാൽ മതി. എങ്കിലും പി ഓഫ് E1, പി ഓഫ് E2, പി ഓഫ് E3 ഇതെല്ലാം നമുക്ക് എടുത്തെഴുതണം അല്ലേ? ഇനി പി ഓഫ് എ ഗിവൺ E1, പി ഓഫ് എ ഗിവൺ E2, പി ഓഫ് എ ഗിവൺ E3 ഇതെല്ലാം നമുക്ക് എടുത്തെഴുതണ്ടേടാ. എടാ ഒന്നാമത്തെ ബാഗ് കിട്ടണം. ടോട്ടൽ എത്ര ഉണ്ട്? 3 എണ്ണം. സോ 3, 3-ൽ 1. രണ്ടാമത്തെ ബാഗ് കിട്ടണം 1/3. മൂന്നാമത്തെ ബാഗ് കിട്ടണം 1/3. കാരണം മൂന്നാമത്തെ ബാഗ് എന്ന് പറയുന്നത് ഒരെണ്ണേ ഉള്ളൂ, അത് കിട്ടണം. ടോട്ടൽ 3 എണ്ണം. എ ഗിവൺ E1 എന്ന് പറഞ്ഞാൽ എന്താടാ? എ എന്ന് പറഞ്ഞ ഗോൾഡ്. ഒന്നാമത്തതിൽ നിന്നും ഗോൾഡ് കിട്ടണം. ഒന്നാമത്തതിൽ നിന്നും ഗോൾഡ് കിട്ടാനുള്ള പ്രോബിലിറ്റി. ഗോൾഡ് എത്ര ഉണ്ട്? 2. ടോട്ടൽ എത്ര ഉണ്ട്? 2. അപ്പോൾ ഇത് 2/2 ആണ്. എത്രയാണ്? 1. ഓക്കെ, ഇനി എ ഗിവൺ E2 ഇത് ഗോൾഡ് കിട്ടണം. രണ്ടാമത്തെ ബാഗിൽ നിന്നും ഗോൾഡ് കിട്ടണം. രണ്ടാമത്തിൽ നിന്നും ഗോൾഡ്. രണ്ടാമത്തിനകത്ത് ഗോൾഡ് ഉണ്ടോടാ? ഇല്ല, 0. ഒറ്റയ്ക്ക് എഴുതിയാൽ മതി. ഇനി പി ഓഫ് എ ഗിവൺ E3 മൂന്നാമത്തതിൽ നിന്നും ഗോൾഡ് കിട്ടണം. മൂന്നാമത്തിനകത്ത് 1 ഗോൾഡേ ഉള്ളൂ അല്ലേ? 1/2. ഇത് നേരെ ഇട്ട് കൊടുത്താൽ നമ്മുടെ ആൻസറായി. നേരെ ഇട്ട് കൊടുത്ത് ചെയ്തോളൂല്ലോ. നേരെ ഇതിൻ്റെ അത് ഇട്ട് കൊടുക്കുക, കാൽക്കുലേറ്റർ അടിച്ചു കൊടുക്കുക, ആൻസർ കിട്ടും. സോ അങ്ങനെ വേണം ഓരോന്നും എടുത്തെഴുതാൻ. ഓക്കെ അല്ലേ മക്കളെ? യെസ്. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് ഇത്.
ഒരു ഫാക്ടറിയിൽ 3 ബോൾട്ടുകളുണ്ട്. എ, ബി, സി മാനുഫാക്ചർ റെസ്പെക്റ്റീവ്ലി 25%, 35%, 40% ഓഫ് ദി ബോൾട്ട്. എന്ന് പറഞ്ഞാൽ E1, E2, E3 എന്ന് പറഞ്ഞ് നമ്മൾ എടുക്കുന്നത്. E1 എന്ന് പറഞ്ഞാൽ 3 മെഷീൻസ് ഉണ്ടോ, എയും ബിയും സിയും. ബോൾട്ടുകൾ നിർമ്മിക്കുന്നതിൻ്റെ കണക്കുകളാണ് അവർ തന്നിരിക്കുന്നത്, ശതമാന കണക്ക്, പെർസെൻറ്റേജ്. അപ്പോൾ E1 എന്ന് പറയുമ്പോൾ ബോൾട്ട്സ് പ്രൊഡ്യൂസ്ഡ് ബൈ മെഷീൻ എ. മെഷീൻ എ ചൂസ് ചെയ്യണമല്ല, അവർ ബോൾട്ടിൻ്റെ കണക്കിനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ശ്രദ്ധിച്ചോണം, മെഷീനെ ഉണ്ടാക്കുന്ന ബോൾട്ടിൻ്റെ എണ്ണം, ആ ശതമാനമാണ് നമ്മൾ E1 ആയിട്ട് എടുത്തത്. അപ്പോൾ E2 ബോൾട്ട് പ്രൊഡ്യൂസ്ഡ് ബൈ മെഷീൻ ബി. E3 ബോൾട്ട് പ്രൊഡ്യൂസ്ഡ് ബൈ മെഷീൻ സി. 3 എടുത്തു. ഇനി അവർ പറഞ്ഞിരിക്കുന്നത് എന്താണ്? എടാ 3 മെഷീൻസ് ബോൾട്ട് ഉണ്ടാക്കുന്നു. ആദ്യത്തെ 25%, മറ്റേ 35%, മറ്റേ 45%. അപ്പോൾ ഏറ്റവും കൂടുതൽ ബോൾട്ട് ഉണ്ടാക്കുന്നത് തേർഡ് മെഷീനാണ്. അപ്പോൾ ഇത് കിട്ടുമ്പം 5%, 4%, 2% ഒക്കെ ഡിഫക്റ്റീവ് ബോൾട്ടാണ്. അപ്പം മെഷീൻ ഉണ്ടാക്കുന്ന എല്ലാം നല്ല ബോൾട്ടാണെന്നുണ്ടോ? ഇല്ല. ചീത്ത ബോൾട്ടുകൾ കിട്ടുന്ന ശതമാനം തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എ ബോൾട്ട് ഈസ് ഡോൺ. നമ്മൾ ഈ മെഷീൻ എയിൽ നിന്ന് മെഷീൻ ബിയിൽ നിന്ന് മെഷീൻ സിയിൽ നിന്നും ബോൾട്ട് ഉണ്ടാക്കി ഇങ്ങനെ വെച്ചിരിക്കുവാണെങ്കിൽ 3 പെട്ടിക്കകത്ത് വെച്ചിരിക്കുക. എന്നിട്ട് ഏതോ ഒരു ഇതിനകത്തുനിന്ന് നമ്മൾ ബോൾട്ട് എടുത്തു. അതെന്താണ്? അത് ഡിഫക്റ്റീവ് ആണെന്ന് ഗിവൺ തന്നിട്ടുണ്ട്. അങ്ങനെയാണ് അത് മെഷീൻ ബിയിൽ നിന്നാകാനുള്ള പ്രോബബിലിറ്റി. അപ്പോൾ ഡിഫക്റ്റീവ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പോൾ എന്ന് പറയുന്നത് ഡിഫക്റ്റീവ് അല്ലേടാ മക്കളെ? യെസ്. ഇതപ്പോൾ ഓരോന്നും എടുത്തെഴുതാം. പി ഓഫ് E1, പി ഓഫ് E2, പി ഓഫ് E1 എന്ന് പറഞ്ഞാൽ എന്താണ്? E1 ഒന്നാമത്തെ മെഷീൻ എയുടെ ബോൾട്ട് ഉണ്ടാക്കുന്ന ശതമാനം അത് തന്നിട്ടുണ്ട്. 1/3 എന്ന് എഴുതല്ലേ. മെഷീൻ എ ചൂസ് ചെയ്യണമല്ല, മെഷീൻ എയിലെ ബോൾട്ടിൻ്റെ. അപ്പോൾ 25% ആണെങ്കിൽ അതിന് ശതമാനം മാറ്റുന്നത് 25 ടോട്ടൽ ശതമാനം 100. പി ഓഫ് E2 എന്ന് പറയുമ്പോൾ രണ്ടാമത്തെ മെഷീൻ ബിയുടെ ശതമാനം 35/100. പി ഓഫ് E3 എന്ന് പറയുമ്പോൾ മൂന്നാമത്തെ മെഷീൻ്റെയാണ് 45/100. അതേപോലെ പി ഓഫ് എ ഗിവൺ E1 വേണ്ടേ നമുക്ക്? അത് തന്നിട്ടുണ്ടല്ലേ. എ ഗിവൺ E1ൻ്റെ മീനിങ് എന്താടാ? ഒന്നാമത്തെ മെഷീനിൽ നിന്നും ഡിഫക്റ്റീവ്. കണ്ടല്ലോ, ഇതാണ് കാര്യം. ഒന്നാമത്തേനകത്ത് നിന്ന് ഡിഫക്റ്റീവ്, മെഷീൻ എയുടെ ഡിഫക്റ്റീവ്, ഒന്നാമത്തെ അല്ല എയുടെ ഡിഫക്റ്റീവ് 5% തന്നിട്ടുണ്ട്. 5/100. പി ഓഫ് എ എന്ന് പറഞ്ഞ ഡിഫക്റ്റീവ് ഏതിൽ നിന്ന്? രണ്ടാമത്തെ മെഷീൻ എന്ന് പറഞ്ഞാൽ മെഷീൻ ബിയിൽ നിന്ന് ഡിഫക്റ്റീവ് 4%, 4/100. പി ഓഫ് എ ഗിവൺ E3 മൂന്നാമത്തെ മെഷീനിൽ നിന്നും ഡിഫക്റ്റീവ് 2/100. മക്കളെ എല്ലാം കിട്ടി ഇട്ട് കൊടുക്കുക. ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത്? മെഷീൻ ബിയിൽ നിന്ന് ഡിഫക്റ്റീവ് കിട്ടാനുള്ള പ്രോബബിലിറ്റി. അപ്പോൾ ഗിവൺ എന്ന് പറഞ്ഞ് തന്നിരിക്കുന്നത് എന്താണ്? ഡിഫക്റ്റീവ് ആണ് കിട്ടിയത്. അത് ഏതിൽ നിന്നാകണം? മെഷീൻ ബിയിൽ നിന്നാകണം. മെഷീൻ ബിയിൽ നിന്ന് ആകാനുള്ള പ്രോബബിലിറ്റി. മെഷീൻ ബി എന്ന് പറഞ്ഞാൽ പി ഓഫ് E2 ഗിവൺ എ ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇക്വേഷൻ അറിയാലോ. എന്ത് ചെയ്യണം? പി ഓഫ് E2 ഇൻറ്റു പി ഓഫ് എ ഗിവൺ. സിമ്പിൾ പരിപാടി, ആർക്ക് വേണമെങ്കിലും എഴുതാം. E2 ബൈ ഫസ്റ്റ് മെഷീൻ്റെ കാര്യം ഇൻറ്റു പി ഓഫ് എ ഗിവൺ E1 പ്ലസ് രണ്ടാമത്തെ മെഷീൻ്റെത്. എന്ത് സിമ്പിൾ എഴുതുക, ഇട്ട് കൊടുക്കുക. മക്കളെ ആൻസർ ഒന്ന് കമൻറ്റ് ചെയ്തേക്ക്, എല്ലാവർക്കും ഉപകാരമാകും. ഓക്കെ സെറ്റാണല്ലോ. ഈ 3 ക്വസ്റ്റ്യൻ പഠിക്കാതെ പോകരുത് ഒരു കുട്ടികളും. ഇനി ഒരു ചലഞ്ചിങ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ കൂടെ തരുവാണ്. ഇത്തവണ ക്വസ്റ്റ്യൻസ് ടഫ് ആയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് ഇത് ചോദിക്കാനുള്ള ചാൻസ് ഒരു 90%. 90% ചാൻസ്, 95% ചാൻസും ഇതിനുണ്ട് എന്ന് ഞാൻ പറയുന്നു. ചോദിക്കാതിരിക്കാം, എനിക്കറിയത്തില്ല ക്വസ്റ്റ്യൻ എന്താണെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഇച്ചിരി ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണിത്. പറ്റുന്നവർ നോക്കുക, പറ്റുന്നവർ പഠിക്കുക കേട്ടോ. ഓക്കെ, പറ്റുന്നവർ എന്ന് പറഞ്ഞാൽ മിക്കവരും പഠിക്കണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. അതുകൊണ്ടാണ് പറഞ്ഞത് ഇച്ചിരി ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, പലർക്കും മനസ്സിലാകാത്തൊരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ എൻ്റെ മക്കൾക്കെല്ലാം ഞാൻ പറഞ്ഞുതരാം, ശ്രദ്ധിച്ചിരിക്കുക. ഒരു മനുഷ്യന് ഒരാൾ സ്പീക്ക് ട്രൂത്ത്, സത്യം പറയും എപ്പോൾ? 3 ഔട്ട് ഓഫ് 4 ടൈംസ്. അപ്പോൾ സത്യം പറയുന്നതിൻ്റെ പ്രോബബിലിറ്റി പി ഓഫ് ട്രൂത്ത്, സത്യം പറയുന്ന പ്രോബബിലിറ്റിയാണ് 3 ഔട്ട് ഓഫ് 4. 4 തവണ പറയുവാണെങ്കിൽ അതിനകത്ത് 3 തവണ സത്യം പറയും.
അപ്പോൾ ഒരു തവണയോ കള്ളം പറയും. അപ്പോൾ അത് മനസ്സിലായി നമുക്ക് പി ഓഫ് ലൈ കള്ളം പറയാനുള്ള പ്രോബിലിറ്റി എത്രയാടാ 1/4. രണ്ടും എഴുതി വെച്ചു. സത്യം പറയാനുള്ള പ്രോബിലിറ്റി 3/4 ആണ്. ഈ കള്ളം പറയാനുള്ള അതെങ്ങനെയാ? ടോട്ടൽ 4 തവണയുണ്ട്. അല്ലാതെ 3 തവണ അയാൾ സത്യം പറയും. അപ്പോൾ ഒരു തവണയൊക്കെ അയാൾ കള്ളം പറയുന്നത്. ഇനി അയാൾ ഒരു ഡൈ എറിഞ്ഞു. ഡൈ എറിഞ്ഞിട്ട് പറയുവാണ് 6 ആണ്. റിപ്പോർട്ട് 6 ഗിവൺ ആയിട്ട് വന്നിരിക്കുന്നത് 6 ആണ്. അങ്ങനെയാണെങ്കിൽ ആക്ച്വലി 6 ആകാനുള്ള പ്രോബിലിറ്റി. അപ്പോൾ ഇതെങ്ങനെയാണ് ബേസ് തിയറാന്ന് മനസ്സിലായി? ഒന്നിൽ കൂടുതൽ ചാൻസസ് ഉണ്ട്. എന്താണ്? ആ 6 ആകാം, 6 ആകാതിരിക്കാം. അപ്പം ഇങ്ങനെയുള്ള എല്ലാ ചാൻസസും ഉണ്ട് ഇവിടെ. അതാണ് ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ ഈവൺ എന്ന് പറഞ്ഞ് ഞാൻ എടുക്കുന്നത് ആക്ച്വലി 6 ആകാം. E2 നോട്ട് ആക്ച്വലി 6. 2 കണ്ടീഷൻസ് ഉണ്ട്. 6 ആകാം, 6 ആകാതിരിക്കാം. എങ്ങനെ മനസ്സിലായി ബേസ് തിയറാന്ന്? ഒരാൾ ഡൈ എറിഞ്ഞു. അയാൾ കള്ളവും സത്യം പറയുന്ന ആളാണ്. ഡൈ എറിഞ്ഞു എന്നിട്ട് പറയും 6 ആണ്. അപ്പോൾ വേറൊരു ചാൻസ് ഉണ്ട് 6 ആകാതിരിക്കാം അല്ലേ? അപ്പോൾ 2 ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് പ്രോബിലിറ്റി 2 എണ്ണം ഉണ്ടെങ്കിൽ നമുക്ക് ബേസ് തിയറം. E1 E2 എഴുതി. ഓക്കെ. ഇനി എ എന്ന് പറഞ്ഞത് എന്താണ്? എ എന്ന് പറഞ്ഞത് ദ ഗിവൺ റിപ്പോർട്ട്സ് ദാറ്റ് അയാൾ പറഞ്ഞത് എന്താണ്? റിപ്പോർട്ട് ചെയ്യുന്നതാണ്. റിപ്പോർട്ട്സ് ദാറ്റ് ഇറ്റ് ഈസ് 6. ഇത്രയും മനസ്സിലായല്ലോ. ഇനി അങ്ങനെയാണെങ്കിൽ ഓരോന്നിൻ്റെ സംഭവങ്ങൾ എടുത്തെഴുതാം അല്ലേ? പി ഓഫ് E1 എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്ച്വലി 6 ആകാനുള്ള പ്രോബിലിറ്റി. ആക്ച്വലി 6 മക്കളെ, ആക്ച്വലി 6 പി ഓഫ് ആക്ച്വലി 6 എന്ന് പറഞ്ഞാൽ 6 കിട്ടാനുള്ള പ്രോബിലിറ്റി. എടാ ഒരു ഡൈ എറിഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ കിട്ടാം നമുക്ക്? 1 2 3 4 5 6 അല്ലേ? ഡൈ എറിഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെയല്ലേ കിട്ടത്തുള്ളൂ. ഡൈ എന്ന് പറഞ്ഞാൽ അറിയാലേ, ഏണിയും പാമ്പ് കളിക്കുന്ന അല്ലെങ്കിൽ ലൂഡോ കളിക്കുന്ന സംഭവം. അപ്പോൾ ആക്ച്വലി 6 എന്ന് പറയുമ്പോൾ 6 കിട്ടാനുള്ള പ്രോബിലിറ്റി 6ൻ്റെ അകത്ത് എത്ര ഉണ്ട്? ഒരെണ്ണയിലേ ഉള്ളൂ. അപ്പോൾ 1/6. ഇനി പി ഓഫ് E2 എന്ന് പറഞ്ഞാൽ പി ഓഫ് നോട്ട് ആക്ച്വലി 6 കിട്ടാതിരിക്കാനുള്ളത്. 6 കിട്ടാതിരിക്കാന്ന് പറഞ്ഞാൽ ബാക്കി ഏതെങ്കിലും കിട്ടുക. ബാക്കി ഏതെങ്കിലും പറഞ്ഞാൽ എത്ര ഉണ്ട്? 5/6. ഓക്കെ അല്ലേ? ഇനി ഇതിൻ്റെ ഓരോന്നിൻ്റെയും നമുക്ക് ഇക്വേഷനകത്ത് വേണ്ട പി ഓഫ് എ ഗിവൺ E1 പി ഓഫ് എ ഗിവൺ E2 വേണം. ഇതാണ് ചലഞ്ചിങ് ആയിട്ടുള്ള സംഭവം. നോക്കിക്കോണേ. പി ഓഫ് എ ഗിവൺ E1 എ എന്ന് പറഞ്ഞാൽ എന്താടാ? എ എന്ന് പറഞ്ഞാൽ റിപ്പോർട്ട്സ് ദാറ്റ് ഇറ്റ് ഈസ് 6. റിപ്പോർട്ട്സ് 6 ആണ് റിപ്പോർട്ട് ചെയ്തത്. E1 എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്ച്വലി 6. മക്കളെ ശ്രദ്ധിച്ചോണേ. ശരിക്കും അയാൾ ഡൈ എറിഞ്ഞു. അപ്പോൾ കിട്ടിയെന്താണ്? 6 ആണ്. അയാൾ പറഞ്ഞത് എന്താണ്? 6 ആണ്. അപ്പോൾ അയാൾ പറഞ്ഞത് സത്യമാണോ കള്ളമാണോ? വീണത് 6 ആണ്, അയാൾ പറഞ്ഞത് 6 ആണ്. യെസ്, സത്യമാണ് അയാൾ പറഞ്ഞത്. ട്രൂത്ത്. സത്യമാണ് അയാൾ പറഞ്ഞത്. സത്യം പറയാനുള്ള പ്രോബബിലിറ്റി 3/4. കണ്ടല്ലോടാ മക്കളെ. ഇതാണ് കാര്യം. ഇതാണ് പലർക്കും മനസ്സിലാകാത്ത എന്താണ് കാര്യം എന്ന്. അടുത്ത് പി ഓഫ് എ ഗിവൺ E2 എന്ന് പറഞ്ഞാലോ? എ എന്ന് പറഞ്ഞാൽ എന്താണ്? റിപ്പോർട്ട് 6. ഒരൊറ്റ കുട്ടികളും പഠിക്കാതെ പോലെ റിപ്പോർട്ട് 6 ഗിവൺ E2 നോട്ട് ആക്ച്വലി 6 അല്ലേ? നോട്ട് ആക്ച്വലി 6. അയാൾ എറിഞ്ഞു, ഡൈ എറിഞ്ഞു, വീണു. 6 അല്ല വീണത്. പക്ഷെ അയാൾ എന്താ പറഞ്ഞത്? 6 ആണ് വീണതെന്ന് റിപ്പോർട്ട് ചെയ്തു. പച്ചക്കള്ളമല്ല അയാൾ പറഞ്ഞത്. പി ഓഫ് ലൈ, കള്ളം പറയാനുള്ള പ്രോബബിലിറ്റി എഴുതി വെച്ചിട്ടുണ്ട്. 1/4. എല്ലാം കിട്ടിയില്ലേടാ മക്കളെ? എല്ലാം കിട്ടിയില്ലേ? നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ആക്ച്വലി 6 ആണ് ഗിവൺ. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? പി ഓഫ് ഗിവൺ എന്താണ്? റിപ്പോർട്ട്സ് ദാറ്റ് ഇറ്റ് ഈസ് 6. റിപ്പോർട്ട് 6 ഗിവൺ. എന്താ കണ്ടുപിടിക്കേണ്ടത്? ആക്ച്വലി 6 ആകാനുള്ള പ്രോബബിലിറ്റി. ആക്ച്വലി 6 ആകാനുള്ള പ്രോബബിലിറ്റിയാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേടാ? ഇനി പി ഓഫ് ആക്ച്വലി 6ൻ്റെ ടേം എന്താണ്? ആക്ച്വലി 6 എന്ന് പറയുമ്പോൾ E1 അല്ലേ? പി ഓഫ് E1 ഗിവൺ റിപ്പോർട്ട് 6 എ. E1 ഗിവൺ എ. എന്താണ് ഇക്വേഷൻ? നമുക്ക് കണ്ണട ചെയ്താലേ പി ഓഫ് E1 ഇൻറ്റു പി ഓഫ് തിരിച്ചിട്ടു എ ഗിവൺ E1 ബൈ ഇനി താഴത്ത് E1ൻ്റെ എഴുതുക, E2ൻ്റെ എഴുതുക. പി ഓഫ് E1 ഇൻറ്റു പി ഓഫ് എ ഗിവൺ E1 പ്ലസ്
പി ഓഫ് E2 ഇൻറ്റു പി ഓഫ് എ ഗിവൺ E2. ബാക്കി നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം, കാൽക്കുലേറ്റർ അടിച്ചു കൊടുക്കാം. ആൻസർ പക്ക ക്ലിയർ ആയിട്ട് കിട്ടും. മക്കളെ ഒരു കുട്ടി പോലും ഇത് പഠിക്കാതെ പോകരുത്, അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്, അത്രയും ഇമ്പോർട്ടൻ്റ്. ആൻസർ ഒന്ന് കമൻറ്റ് ചെയ്യാം മക്കളെ. ഇത്രയേ ഉള്ളൂ ചാപ്റ്റർ. 7 മാർക്ക് കിട്ടാനുള്ള എല്ലാ കാര്യം ഇതിൻ്റെ അകത്തുണ്ട്. കൺസെപ്റ്റ് എല്ലാം ഞാൻ ഈ 1 മണിക്കൂറില്ല അതിനു മുമ്പ് തന്നെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നന്നായിട്ട് പഠിച്ചുകൊണ്ട് പോവുക. ഓക്കെ, ചാപ്റ്ററിനകത്ത് 7 മാർക്ക് എവിടെയും പോകത്തില്ല. മക്കളെ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാ കുട്ടികൾക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, നന്നായിട്ട് പഠിക്കുക. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം മക്കളെ. ഓക്കെ, ബൈ.